قال لا تخافا إنني معكما أسمع وأرى. എന്ന വിഷയത്തിലാണ്. അപ്പോൾ രണ്ട് ഡിബേറ്റിൽ നമ്മൾ കൊടുക്കുന്ന വിഷയാവതരണ ടൈം എന്ന് പറയുന്നത് 25 മിനിറ്റ് ആണ്. ഒരാൾ 25 മിനിറ്റും മറ്റേയാൾക്ക് 25 മിനിറ്റും. പിന്നെ രണ്ട് റിബറ്റിലാണ് കൊടുക്കുന്നത്. അതിൽ ഒന്ന് 10 മിനിറ്റ്, ഫസ്റ്റിലത്തേത് 10 മിനിറ്റ് ആട്ടോ, രണ്ടുപേർക്കും 10. സെക്കൻഡ് റിബറ്റിൽ വരുന്നത് 15 മിനിറ്റ് ആണ്. പിന്നെ ചോദ്യോത്തരം ഓഡിയൻസിൽ നിന്ന് എടുക്കുന്നത് പിന്നെ 4 ചോദ്യമാണ് എടുക്കുന്നത്. ടോട്ടൽ 4 ചോദ്യം. 2 പേർക്ക് നിസാർ ബോയോട് ചോദിക്കാം, 2 പേർക്ക് ഫഹീമിനോട് ചോദിക്കാം. അങ്ങനെ 4 ചോദ്യം എടുക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന ഒരാൾ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ചോദ്യം ചോദിച്ച് ക്ലിയർ നിർത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഉത്തരം ഒരു 5 മിനിറ്റ് പറയാനുള്ള സാവകാശം 2 കൂട്ടർക്കുണ്ട്. അതുപോലെ തന്നെ പിന്നെ കൺക്ലൂഷൻ 5 മിനിറ്റാണ് 2 പേർക്കുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ഇതിൻ്റെ രീതി വരുന്നത്. അപ്പോൾ ഈ വിഷയാവതരണം അന്ന് ഫഹീം പറഞ്ഞത് നിസാർ ബോ തുടങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസാർ ബോയിലേക്കാണ് ഫസ്റ്റ് ഈ വിഷയാവതരണത്തിലേക്ക് നമ്മൾ പോവുക. ഓക്കെ അച്ഛൻ, ഇതല്ല നമ്മൾ അന്ന് വെച്ച കണ്ടീഷനും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് അല്ലേ? സോറി. ഓക്കെ. ഒരു മിനിറ്റ്. ഓഡിയൻസ്, നമ്മൾ 5 ആയത്ത് ഇവിടെ കൊടുത്തിരുന്നു. 5 ആയത്ത് കൊടുത്തിരുന്നപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കണമല്ലോ. അപ്പൊ അത് നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നോ? നിസാർ ഖാന്റെ അടുത്ത് അതിൻ്റെ അടുത്തുണ്ടായിരുന്നോ? സ്ക്രീൻഷോട്ട് എടുക്കണം നിസാർ ഖാ. അത് നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ ആയത്ത് വിശദീകരിച്ചല്ലേ പറയാം, നമ്പർ പറഞ്ഞിട്ട് വിശദീകരിച്ചല്ലേ പറയാം. ഓക്കെ. അതായത് നമ്മൾ ഈ വിഷയത്തില് 5 ആയത്തും ആദ്യമേ കൊടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ചർച്ച നമ്മൾ ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ 5 ആയത്ത് നമ്മൾ പിന്നെ നമ്മുടെ എതിർ സംവാദകന് കൊടുത്തു. അതിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നുകൊണ്ട് തന്നെ ഇൻഷാല്ല നിങ്ങൾ ചർച്ച 2 കൂട്ടർ നടത്താൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. അജൻ സാർ, അജനെ സംസാരിച്ചോ? അതെ, നമ്മുടെ കൺക്ലൂഷനോട് പറഞ്ഞല്ലോ. കൺക്ലൂഷൻ 5 മിനിറ്റ്. അത് ആരായിരിക്കും കൺക്ലൂഷനോട് ക്ലാരിറ്റിക്ക് പറഞ്ഞത്? കൺക്ലൂഷൻ വരിക അത് പിന്നെ ഫഹീം ആയിരിക്കില്ല വരിക. ഡിബേറ്റ് തുടങ്ങുന്ന നിസാർ ബോ ആണെങ്കിൽ ഫഹീം ആയിരിക്കില്ല വരിക. ഫഹീമാണ് ഏറ്റവും ലാസ്റ്റ് വരിക. കൺക്ലൂഡ് ചെയ്യുക ഫഹീം. കൺക്ലൂഡ് ചെയ്യാൻ ഫഹീമാണ് കൺക്ലൂഡ് ചെയ്യുക. അപ്പൊ അതിനെ പറഞ്ഞു വന്നിട്ട് വിളിച്ചോളൂ. ഞാനിത് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പോവാണ്. താങ്ക് യു. ഞാൻ ചാറ്റ് പിന്നെ ഓഫാക്കാൻ പോവാണ്. ചാറ്റ് ഓഫാക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് പറ്റൂല, കാരണം നമുക്ക് ആളുകൾ മോശമായിട്ട് ദയവ് ചെയ്തിട്ട് ഹാൻഡ് റൈസിംഗ് കൂടെ ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. നമുക്ക് കൺക്ലൂഷന്റെ സമയം, ചോദ്യോത്തര സമയമാകുമ്പോൾ നമുക്ക് ഓൺ ചെയ്യാം. ഹലോ എന്തോ ചാറ്റ് ഞാൻ ഓഫ് ആക്കിയിട്ട്, കാരണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പൊ തന്നെ മോശം ചെയ്താൽ തുടങ്ങി. ഹാൻഡ് റൈസ് ഞാൻ ഓഫ് ചെയ്തു. ഓക്കെ, താങ്ക് യു. അതിനെ വിളിച്ചോളൂ. ഓക്കെ. അപ്പൊ എല്ലാവരെയും ഈ ഒരു സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ശ്രോതാക്കളെയും, പ്രത്യേകിച്ച് സംവാദകരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിസാർ ബ്രോ, ഫഹീം ബ്രോ, 2 പേരെയും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തലോടി പറഞ്ഞതുപോലെ 5 ആയത്തുകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ 5 ആയത്തുകളെ ബേസ് ചെയ്തിട്ടുള്ള കുമാർ ഖുർആന മാനുഷികമോ എന്ന വിഷയത്തിലാണ് സംവാദം ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഇത് സംവാദകരെ സ്വാഗതം ചെയ്തുകൊണ്ട് നിസാർ ബ്രോയെ വിഷയാവതരണത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. വിഷയാവതരണത്തിന് 2 പേർക്കും 25 മിനിറ്റ് ആണുള്ളത്. അപ്പോൾ നിസാർ ബ്രോയെ സ്വാഗതം ചെയ്തു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ബ്ലിങ്ക് ചെയ്യുന്നത്. കേൾക്കുന്നില്ല. വിചാരിച്ചിട്ട് മൈക്ക് എടുക്കാൻ. വോയിസ് പോയിട്ടുണ്ടേ. തലോടി ഒന്ന് ഫോണിൽ ബന്ധപ്പെട്ടോളൂ. ചിലപ്പോ നമ്മൾ പറയുന്നത് കേൾക്കണമെന്നില്ല. ഞാൻ വിളിക്കാം.
സാർക്ക് കേൾക്കുന്നില്ല, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് പ്രശ്നമാണ്. തലോടി അദ്ദേഹത്തെ ഒന്ന് ചിലപ്പോ സ്ട്രക്ക് ആയി പോയിട്ടോ, ഒന്ന് താഴോട്ട് മാറ്റിയിട്ട് നമുക്ക് മേലോട്ട് എടുക്കാം. ഞാൻ വിളിച്ചപ്പോ കട്ടായി. അറിയത്തില്ല, പുള്ളി അറിയത്തില്ല, സംഭവം അറിയത്തില്ല, കട്ടാക്കി. ഞാൻ മെസ്സേജ് അയച്ചേക്ക്. ദൈവത്തിന്റെ വെളിപാടുകൾ പ്രാർത്ഥനയുടെ ഒരു വരിയെ കേട്ടുള്ളൂ, അതിനുശേഷം ഒന്നും ഇങ്ങോട്ട് കേട്ടിട്ടില്ല. ഇത്രയും നേരം ബ്ലാങ്ക് ആയി. ആണോ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. നിങ്ങളെ പ്രാർത്ഥനയുടെ സ്റ്റാർട്ടിങ് തുടക്കത്തിൽ അത് തുടങ്ങും. ഒന്നും കേട്ടില്ല, ഞാനാ വിളിച്ചത്. മിനിറ്റ് അജിന് ടൈം ഒന്ന് സെറ്റ് ചെയ്യണം. ടൈം റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റീസ്റ്റാർട്ട് ചെയ്തോ. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹസംവാദകൻ ഫഹീം, അതുകൂടാതെ ഈ വോയിസ് വീണ്ടും പോയി കേട്ടോ. വോയിസ് പോയി. അതെ, മുമ്പത്തെ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അത് ഫോൺ ചെയ്യുന്ന നല്ലത്. വീണ്ടും പോയി. ഫോൺ ചെയ്തോ. നെറ്റ്വർക്കിന്റെ പ്രശ്നം, ഒരു രക്ഷയില്ല. നിസാർക്ക് ഒന്നും കേൾക്കുന്നില്ല. നിസാർക്ക് ആ ലൊക്കേഷൻ ഒന്ന് മാറിയത് നന്നായിരിക്കും കേട്ടോ. കൂടെ തടസ്സം വരുന്നു. അപ്പൊ അത് അവിടെ നിങ്ങളെ തുടങ്ങുമ്പോഴത്തേക്ക് കട്ടായി 2 പ്രാവശ്യം. ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ ഞാൻ തുടങ്ങട്ടെ. അതിന് റീസ്റ്റാർട്ട് ചെയ്യാം. അതെ, റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നാ തുടങ്ങിക്കോ. അത് നമ്മള് പ്രാർത്ഥന മൊത്തം കേട്ടു. അതിനുശേഷം സമ്പാദകരെ അവിടെ വരും. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരെയും സംവാദത്തിലേക്ക് ക്ഷണിക്കുന്നു. പരമകാരുണികനായ പടച്ച തമ്പുരാന്റെ എല്ലാ തരത്തിലുള്ള സമാധാനവും നിങ്ങൾക്ക് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും ഒരിക്കൽ കൂടി. അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഡിബേറ്റിന്റെ സംവാദത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ഖുർആൻ അമാനുഷികമോ എന്നുള്ളത് ഒരു 5 ആയത്തിനെ ബേസ് ചെയ്തുകൊണ്ട്, 5 ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ അമാനുഷികമാണ് എന്ന് തെളിയിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ എളിയവൻ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമൂഹങ്ങളിലേക്കും മനുഷ്യന് സ്വാഭാവികമായിട്ടും അവന് നിയമങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവ എല്ലാ സമൂഹങ്ങളിലേക്കും മനുഷ്യർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകുകയും എല്ലാ സമൂഹങ്ങളിലേക്കും ദൈവത്തിന്റെ ആചാര്യന്മാർ എല്ലാ സമൂഹങ്ങളിലേക്കും അയക്കപ്പെടുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ അയക്കപ്പെട്ടിരിക്കുന്ന ആചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ മാതൃഭാഷയിൽ അതാത് സമൂഹത്തെ വളരെ കൃത്യമായി വഴി നടത്തുകയുണ്ടായി. പക്ഷെ മനുഷ്യന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള പുരോഗമനത്തിനനുസരിച്ച് വേദഗ്രന്ഥങ്ങൾ നൽകുകയും അവസാനം അത് ഒരു ആചാര്യനിൽ, ഒരു പ്രവാചകനിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം. അപ്പൊ അതിലെ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, ഇതിനു മുമ്പ് വന്നിരിക്കുന്ന എല്ലാ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തി കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ, ഇതിനു മുമ്പ് എല്ലാ സമൂഹത്തിലും വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ടെന്നും ആ വേദഗ്രന്ഥങ്ങളൊക്കെ സത്യമാണെന്നും സത്യപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അതിനു മുമ്പുണ്ടായിരുന്ന
വേദഗ്രന്ഥങ്ങൾ അതാത് സമൂഹത്തിനെ, എന്റെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയം, അതാത് സമൂഹത്തിനെ ഏൽപ്പിച്ചിരുന്ന വേദഗ്രന്ഥങ്ങൾ അവർ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കൈകടത്തലുകൾ ഉണ്ടാക്കുകയും സമൂഹത്തിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും സമൂഹത്തിൽ നിന്ന് വേദഗ്രന്ഥങ്ങളെ അകറ്റുകയും അവരുടെ മാനുഷികമായ കാര്യങ്ങൾ അതിനകത്തേക്ക് കൊണ്ടുവരികയും അതിൽ സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അതിനെ മലിനപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. അത് സ്വാഭാവികമായിട്ടും ഓരോ സമൂഹത്തിനും മുമ്പുണ്ടായിരുന്ന ഓരോ സമൂഹത്തിനും നൽകിയിരിക്കുന്ന വേദഗ്രന്ഥം അവരവരുടെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ അവർക്ക് നൽകപ്പെട്ടതുകൊണ്ടും, എന്നാൽ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ യാ അയ്യുഹന്നാസ് എല്ലാ ജനങ്ങൾക്കും ഉള്ളതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത് ലോകത്തിന്റെ മധ്യഭാഗത്ത് ഏറ്റവും ഇരുണ്ട യുഗത്തിൽ ചരിത്രത്തിന്റെ കാലഘട്ടത്തിൽ വരുന്ന ഒരു പ്രവാചകനിലൂടെ വെറും 20ഓ 25ഓ തലമുറ മാത്രം നമ്മുടെ മുന്നിലേക്ക് പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു പ്രവാചകന്റെ കാലത്തിലൂടെ അദ്ദേഹത്തിലൂടെ ആ വിശുദ്ധ വേദഗ്രന്ഥം സമൂഹത്തിന് നൽകപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ആ വേദഗ്രന്ഥം അതിന്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചിന്തയോട് കൂടിയിട്ട് വിചിന്തനം ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതായത് ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും അത് ഒരു പരമമായ ശക്തിയിൽ നിന്നുള്ള വേദഗ്രന്ഥമാണ്, വാക്കുകളാണ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന വേദങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും നല്ല രീതിയിലും അതേപോലെ വളരെ മോശമായിട്ടും ലോകത്തെങ്ങും എല്ലാ കാലഘട്ടത്തിലും വിശുദ്ധ ഖുർആൻ വന്നതിന് ശേഷം അന്നു മുതൽ ഇന്നു വരെ അത് വിമർശിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യന്റെ അവസാനം വരെ തന്നെ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ 6000-ന് മേലെ ഏകദേശം ബിസ്മി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തി 6000-ന് മേലെയുള്ള ആയത്തുകളിൽ അതിൽ 1000-ഓളം ആയത്തുകൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ അറിവ് അനുസരിച്ചുള്ള സയൻസുമായി ബന്ധപ്പെട്ട് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അമാനുഷികമോ എന്ന് പറയുന്നതിന് നമുക്ക് ഇന്നത്തെ ടൂളായ സയൻസിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, അത് നമുക്ക് ചരിത്രത്തെ ഉപയോഗപ്പെടുത്താം. വിശുദ്ധ ഖുർആനിന്റെ മറ്റു പല ഭാഗങ്ങളും അതായത് അതിന്റെ ലിറ്ററേച്ചർ നമുക്ക് എടുക്കാൻ പറ്റും. അത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ഓരോ ആൾക്കാരും എന്താണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് അവർക്ക് ഓരോ മനുഷ്യനും കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഡിബേറ്റിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അമാനുഷികമാണെങ്കിൽ മാനുഷികമാണോ അപൗരുഷയമാണോ, അതായത് മനുഷ്യൻ രചിച്ചതാണോ അതോ ഒരു വെളിപാടാണോ എന്നുള്ള വിഷയത്തിന് വേണ്ടിയുള്ള 5 ആയത്തുകളുടെ തെളിവുകളാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത്. നമ്മളിവിടെ മുന്നോട്ട് വെക്കാൻ ഈ ഡിബേറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ ചെയ്യുന്ന ഈ ഡിബേറ്റുകൾ നമ്മുടെ സംവാദികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നമ്പറുകൾ നേരത്തെ തന്നെ മുൻകൂട്ടി നൽകി അത് അദ്ദേഹത്തിന് പഠിക്കാനുള്ള അവസരമുണ്ടാക്കി അതിനനുസരിച്ച് ഒരു ആശയ സംവാദം നടത്തി അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്കം എങ്ങനെ കൊണ്ടുവരാൻ നമ്മൾക്ക് കഴിയും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിഷയം ഈ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഡിബേറ്റ് നമ്മൾ ഫോർമൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വിഷയത്തിലേക്ക് കടക്കാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതൊരിക്കലും എന്താന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഈസ് നോട്ട് എ ബുക്ക് ഓഫ് സയൻസ്. അതൊരു സയൻസിനുള്ള പുസ്തകമേ അല്ല, ഒരു സയൻസിന്റെ പുസ്തകമല്ല. സയൻസുമായി അത് വളരെ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു, അതിന് അബദ്ധവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട 5 ആയത്തുകളാണ്. ഒരുപാട് ആയത്തുകൾ 1000-ഓളം ആയത്തുകൾ നമ്മൾക്ക് ഇത്തരം വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയ്ക്ക് തെളിവായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാമെങ്കിലും അതെല്ലാം ഒരു 3 മണിക്കൂർ 2 മണിക്കൂറിന്റെ 3 മണിക്കൂറിന്റെ ഡിബേറ്റിനകത്ത് കൃത്യമായി പറയാനോ കൃത്യമായി മനസ്സിലാക്കിക്കാനോ ചർച്ച ചെയ്യപ്പെടാനോ സാധ്യതയില്ലാത്തതിനാൽ അതിലെ 5 ആയത്തുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ ആയത്തുകൾ അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആയത്ത് നമ്മൾ കൊടുത്തത് വിശുദ്ധ ഖുർആനിന്റെ 111-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വചനമാണ്. വിശുദ്ധ ഖുർആനിന്റെ 111-ാമത്തെ സൂറത്തിലെ 1-ാമത്തെ ആയത്ത്. അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ എന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ ബിസ്മി ഓതിക്കൊണ്ട് ഞാൻ അവിടെ ഒരു തബ്ബത്തിയദ അബീ ലഹബിൻ വത്തബ്. തബ്ബത്തിയദ അബീ ലഹബിൻ വത്തബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും സാധാരണക്കാരായ എല്ലാവർക്കും വളരെ ചെറിയൊരു സൂറത്താണ്. അത് അബൂ ലഹബിന്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു
എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആയത്ത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അമാനുഷികമാണ് എന്നുള്ളതിന്റെ തെളിവാകുന്നത് എന്നാണ് ഞാൻ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന വിഷയം. അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ് അബൂലഹബ് എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ ജനിച്ചപ്പോൾ അത് ഒരു അടിമ സ്ത്രീ വന്ന് അബൂലഹബിനോട് അറിയിച്ചപ്പോൾ ആ അടിമ സ്ത്രീയെ വിമോചിപ്പിച്ചുകൊണ്ട് ആ സന്തോഷം പങ്കുവെക്കുകയും അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ 40 വയസ്സുവരെ തന്റെ ജ്യേഷ്ഠന്റെ മകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറോട് ചേർക്കുകയും എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുകയും എല്ലാത്തിലും എല്ലാ സപ്പോർട്ടും നൽകുകയും ഒന്നും കേൾക്കൂടാ. ഞാനത് ഇടയ്ക്ക് ബ്ലിങ്ക് ചെയ്തായിരുന്നു, തടസ്സം നേരിടാത്തോണ്ട് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന് റേഞ്ചിലേക്ക് നിൽക്കാവോ? അതെ, എന്നിട്ട് ആ ഒന്നാമത്തെ ആയത്ത് ഒന്നുകൂടെ പറഞ്ഞു. ഇവിടെ നല്ല മഴയുണ്ടതാണ്. അപ്പോ വിശുദ്ധ ഖുർആന്റെ 111-ന്റെ 1 എന്ന് പറയുന്നത് തബത്ത് യദാ അബീ ലഹബിൻ വതബ്, അതായത് അബൂലഹബിന്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു. ആ സൂറത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ആ 2 കൈകളും നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അദ്ദേഹം വിജയിയല്ല, അതായത് പരലോകത്തിന്റെ വിഷയത്തിൽ, സ്വർഗനരകങ്ങളുടെ വിഷയത്തിൽ അദ്ദേഹം വിജയിയല്ല, അദ്ദേഹം നരകത്തിലാണ് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെക്കുന്ന ആശയം, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. ഈ അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരനാണ് യഥാർത്ഥത്തിൽ അബൂലഹബ്. ഈ അബൂലഹബ് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനിച്ച അന്ന് ഒരു അടിമ സ്ത്രീ വന്ന് ആ വിവരം പങ്കുവച്ചതിന് സന്തോഷ സൂചകമായി ആ അടിമ സ്ത്രീയെ വിമോചിപ്പിക്കുകയും അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ കാരുണ്യത്തോടു പെരുമാറുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിഷയങ്ങളിലും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അബൂലഹബ് എന്ന് പറയുന്ന വ്യക്തി. ഈ അബൂലഹബ് പിന്നീട് എന്നാൽ 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത്, അതായത് പ്രവാചകത്വം, അതായത് റിസാലത്ത്, അതായത് ദൂതൻ എന്ന് പറയുന്ന സ്ഥാനം ലഭിക്കുന്നതോട് കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തെ മുഴുവൻ വിളിച്ചു കൂട്ടുകയും ആ വിളിച്ചു കൂട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, അതായത് ഈ പർവ്വതത്തിന്റെ പിറകിൽ നിന്ന് തന്റെ കുടുംബക്കാരെ വിളിച്ചു കൂട്ടിയെടുത്തുനിന്ന് അവിടുത്തെ പ്രമാണിമാരായ ആൾക്കാരെ, അബൂലഹബ് അടക്കമുള്ള പ്രമാണിമാരായ ആൾക്കാരെ വിളിച്ചു കൂട്ടുകയും അവരോട് ഈ പർവ്വതത്തിന്റെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇവരെല്ലാവരും മറുപടി പറഞ്ഞു, മുഹമ്മദ് നീ അൽ അമീനാണ്, നിന്നെ പൂർണ്ണമായിട്ട് ഞങ്ങൾ നീ സത്യസന്ധനാണ്, നിന്റെ വായിൽ നിന്ന് ഇതുവരെ ഞങ്ങൾ ഒരു നുണ കേട്ടിട്ടില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ നീ പറഞ്ഞത് വിശ്വസിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്, അതായത് എന്നാൽ നിങ്ങൾക്ക് അതിലും പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയാം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടതോട് കൂടിയിട്ട് തടസ്സം നേരിടുന്നുണ്ട്, സൗണ്ട് പോകണ്ട, അതായത് ക്ലാരിറ്റി കുറയുന്നു. അപ്പൊ ഫഹീം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതെ ഓക്കെ. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോട് കൂടിയിട്ട് ആ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകം ലാ എന്ന് പറഞ്ഞ ഇലാഹ് ആരാധ്യൻ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ എന്ന് പറയുന്ന വചനം വളരെ അറബി ഭാഷയിലുള്ള ആ ഒരു ചെറിയൊരു വാചകം വളരെ കൃത്യമായിട്ട് മനസ്സിലായ ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപന്തിയിലിരുന്ന അബൂലഹബ് ഉടനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന മറുപടി തബല്ലക യാ മുഹമ്മദ് നീ നശിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹം വളരെ എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ കൃത്യമായിട്ട് പിന്നീട് അതുവരെ സ്നേഹത്തോടെ ഇരുന്ന പിതൃവ്യൻ, അതായത് പിതാവിന്റെ സഹോദരൻ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായിട്ട് മാറുകയാണ്. അത് ഏതെങ്കിലും ഭൗതികമായ കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതികമായ നേട്ടത്തിലോ വിഷയത്തിലോ മറ്റോ കാര്യങ്ങളിൽ കുടുംബപരമായ വിഷയത്തിലോ ഒന്നുമല്ല, ഒരു ആദർശം പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിനെ മാത്രമേ, ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആദർശം പറയുന്നതോടുകൂടി, യഥാർത്ഥത്തിലുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആദർശം പറയുന്നതോടുകൂടി അവിടെ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായിട്ട് മാറുകയാണ്. ഈ ശത്രുവായി മാറിയിരിക്കുന്ന അബൂലഹബ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോട് സംസാരിക്കുന്നത് കണ്ടാലും തൊട്ടടുത്ത് പോയി എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അതിന്റെ നേരെ വിപരീതം പറയുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. അദ്ദേഹം ശത്രുക്കളെ സഹായിക്കുന്നു, ശത്രുക്കളുടെ ഭാഗത്ത് നിൽക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഉപദ്രവിക്കുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ ഉപദ്രവിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴികളിൽ മുള്ളുകൾ കൊണ്ടുവന്നിടുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടുന്നു. ഈ സ്വന്തം പിതൃവ്യന്റെ ഭാര്യയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വലിയ പീഡനങ്ങൾ സഹിക്കുന്നു. ഇതിനു ശേഷം പിന്നീട് ഈ പീഡനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെതിരെ ഒരു ആയത്തിറക്കാണ്. ആ ആയത്താണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു
എന്നിട്ട് അതിന് തുടർച്ചയായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും ഈ അബൂലഹബിന്റെ ഭാര്യയും യഥാർത്ഥത്തിൽ നരകത്തിൽ തന്നെ. അബൂലഹബിന്റെ ഭാര്യയും നരകത്തിൽ തന്നെ. ഇവിടെ എന്താണ് ഈ ആയത്തിലുള്ള അമാനുഷികത എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പൊ ഞാൻ അതിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞതാണ്. ഇപ്പൊ ആദ്യത്തെ ഭാഗത്തിൽ ഞാൻ കോണ്ടെക്സ്റ്റ് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള അമാനുഷികത എന്ന് പറഞ്ഞാൽ ഈ വചനം വന്നതിന് ശേഷം അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഒരു പ്രാവശ്യം അദ്ദേഹം ഈ മുഹമ്മദ് നബിയുടെ ആദർശത്തെ പല്ലും നഖവും ഉപയോഗിച്ച് നഖശികാന്തം എതിർക്കുന്ന ഈ അബൂലഹബും കൂട്ടരും അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിയുടെ ആദർശം അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ അത് ദൈവികമല്ല എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരമുണ്ട്. ആ അവസരം വേറൊന്നുമില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും നുണ പറയുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, തിരിച്ചു നുണ പറയുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന് തമാശക്കെങ്കിലും അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ തെറ്റാണെന്ന് തെളിയിക്കാനെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കപടവാദം പറഞ്ഞാൽ പോലും വിശുദ്ധ ഖുർആൻ അവിടെ പരാജയപ്പെടും. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അദ്ദേഹം കപടവാദം പറഞ്ഞാൽ അവിടെ വിശുദ്ധ ഖുർആൻ പരാജയപ്പെടും. പക്ഷേ അദ്ദേഹത്തിന്റെ മരണം വരെ, പിന്നീടുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ മരണം വരെ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിന്റെ നാവതിന് പൊങ്ങുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നത് ഗാരി മില്ലർ എന്ന് പറയുന്ന കനേഡിയൻ മാത്തമാറ്റീഷ്യൻ, അദ്ദേഹം ഇസ്ലാമിനെതിരെ മിഷണറി പ്രവർത്തനം നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് വിശുദ്ധ ഖുർആനിനെ വളരെ കൃത്യമായിട്ട് അപഗ്രഥനം ചെയ്യുകയും വിശുദ്ധ ഖുർആനിലെ തെറ്റുകൾ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന് വേണ്ടി അദ്ദേഹം മുന്നോട്ടിറങ്ങുകയും അദ്ദേഹം ഒറിഗോൺ സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു. ആ വ്യക്തി ഈ പറഞ്ഞിരിക്കുന്ന പോലെ വിശുദ്ധ ഖുർആൻ ഈ രീതിയിൽ പഠിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകൾ വേറെ ചില വഴിക്ക് പോയി. അദ്ദേഹം ഈ വിഷയം എടുത്തുകൊണ്ട് അദ്ദേഹം പറയാണ്, അതായത് അദ്ദേഹത്തിന്റെ അമേസിംഗ് ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, അതായത് ഒരു മനുഷ്യന്, അതായത് മുഹമ്മദ് നബിക്ക് ഒരിക്കലും തന്നെ സാധ്യമല്ല ഇത്തരം ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും സാധ്യമല്ല. കാരണം തന്റെ പ്രവാചകത്വം എന്ന് പറയുന്നത് ആ അബൂലഹബ് ഒറ്റ വാക്കുകൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു ആശയമായിട്ട് അത് നിലനിൽക്കുകയാണ്. അതായത് തമാശക്കെങ്കിലും പോലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്റെ സഹസംവാദകനായ ഫഹീമിനോട്, ഫഹീമെ താങ്കൾ നരകത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഇതേ വേദിയിൽ ഇരുന്നുകൊണ്ട് ഫഹീം ഇതാ നിങ്ങളെ ഞാൻ തോൽപ്പിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ടു പോകും. അതേ അവസരം യഥാർത്ഥത്തിൽ അവിടെ ഈ പറഞ്ഞ അബൂലഹബിന് ലഭിക്കുകയാണ്. പക്ഷെ അബൂലഹബിന്റെ മരണം വരെ അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ അദ്ദേഹത്തിന് നാവ് പൊങ്ങുന്നില്ല. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് അത് നാവ് പൊങ്ങില്ല എന്നറിയുന്ന, അദ്ദേഹം പൂർണ്ണമായിട്ടും ഈ വഴികേടിലാണെന്ന് അറിയുന്ന പടച്ച തമ്പുരാന് മാത്രമേ യഥാർത്ഥത്തിൽ ഈ വിഷയം മുന്നോട്ട് വെക്കാൻ കഴിയുള്ളൂ. മാനുഷികം മൂല്യം അതായത് മനുഷ്യരുടെ ഇടയിലുള്ള, മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ കഴിയുന്നതല്ല. ഒന്ന്. രണ്ടാമത്തത്, അത്തരം ഒരു റിസ്ക് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഗാരി മില്ലർ പറയുന്നു, അത്തരം ഒരു റിസ്ക് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു വ്യക്തി ഏറ്റെടുക്കാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല. ഏറ്റെടുത്താൽ അത് പൊളിക്കുക എന്ന് പറയുന്നത്, അത് തകർക്കുക എന്ന് പറയുന്നത് ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. അങ്ങനെ ആ വിഷയം പഠിച്ചുകൊണ്ട് മാത്രം പിന്നീട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു ഇസ്ലാം മതത്തിലേക്ക് പിന്നീട് കാണുന്നത്. അപ്പോ അതിന്റെ നമ്മുടെ ഒന്നാമത്തെ വാദം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറയും. വോയിസ് പോയോ? ലിങ്ക് ചെയ്യുന്നതാണെന്നുണ്ട്. ഓക്കെ. തബ്ബത് യദാ അബീ ലഹബിൻ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറയുന്ന 111 എന്ന് പറയുന്ന ആയത്ത് തന്നെയാണ്, ആ ശ്ലോകം തന്നെയാണ്, ആ സൂക്തം തന്നെയാണ് വിശുദ്ധ ഖുർആൻ അമാനുഷികമാണ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആയത്തുകളിലെ ഇവിടെ എടുക്കുന്ന 5 ആയത്തുകളിലെ ഒരായത്ത്. ഇനി രണ്ടാമത്തെ ആയത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്നത് 4-ാം അധ്യായത്തിൽ 56-ാമത്തെ വചനമാണ്. 4-ാം അധ്യായത്തിൽ 56-ാമത്തെ വചനം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ്, എന്റെ ഫോൺ ഞാൻ കുറച്ച് എന്റെ ഉപയോഗിക്കുന്ന നെറ്റ് എടുക്കുന്ന ഫോൺ ഞാൻ കുറച്ച് ദൂരെ വെച്ചോട്ടാണ്. സംസാരിച്ച് തുടങ്ങിയോ? രണ്ടാമത്തെ വചനം എന്ന് പറയുന്നത് 4-ാമത്തെ അധ്യായത്തിലെ സൂറത്ത് അന്നിസായിലെ 56-ാമത്തെ വചനമാണ്. അവിടെ വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റിക്കൊടുക്കുന്നതാണ്. അവർ ശിക്ഷ ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയാണത്. തീർച്ചയായും അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. ഇവിടെ
ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം തലച്ചോറിലുള്ള പെയിൻ റിസീവേഴ്സും അതേപോലെ പെയിൻ ന്യൂറോൺസും പെയിൻസ് നമുക്ക് അനുഭവപ്പെടുത്തുന്ന ന്യൂറോൺസും എന്നതിനപ്പുറത്ത് വളരെ അടുത്ത കാലഘട്ടത്തിലാണ് 1900കളിലാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ തൊലികൾക്കടിയിൽ പെയിൻ റിസെപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന കണ്ടുപിടുത്തം സയൻസ് നടത്തുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റി കൊടുക്കുന്നതാണ്. അവർ ശിക്ഷ ആസ്വദിച്ചു കൊണ്ടിരിക്കുവാൻ വേണ്ടിയാണത്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന വാദം, അതായത് തൊലികൾ നശിക്കുകയാണെങ്കിൽ പുതിയ തൊലികൾ വരുന്നതോട് കൂടിയിട്ട് അവർക്ക് കൂടുതൽ ശിക്ഷ ആസ്വദിക്കുവാനുള്ള യഥാർത്ഥത്തിലുള്ള വഴി അവിടെ തൊലികളിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നു. ഇതിനെയും ഇതേപോലെ ഒരു സയന്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്ത ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന വിഷയം ഈ ഒരു 6-ാം നൂറ്റാണ്ടിലെ ഒരു സാധാരണ മനുഷ്യന് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നത്. കാരണം അവിടെ തൊലികൾക്കടിയിലുള്ള പെയിൻ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ട വിഷയങ്ങളാണ്. അതായത് ഇന്ന് നമ്മുടെ മുന്നിലുള്ള പുതിയ കാലഘട്ടത്തിലെ അറിവ് പ്രകാരം, അതായത് പെയിൻ റിസെപ്റ്റേഴ്സ് ഓൾസോ കോൾഡ് നോസിസെപ്റ്റേഴ്സ് ആർ എ ഗ്രൂപ്പ് ഓഫ് സെൻസർ ന്യൂറോൺസ് വിത്ത് സ്പെഷ്യലൈസ്ഡ് നെർവ് എൻഡിങ്സ്. അതായത് നമ്മുടെ തൊലികൾക്കടിയിലേക്ക് യഥാർത്ഥത്തിൽ പെയിൻ റിസെപ്റ്റേഴ്സും അതിന്റെ നെർവ് എൻഡിങ്സും യഥാർത്ഥത്തിൽ ഉള്ളത് കൃത്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാം. തൊലികൾ നശിക്കുന്നതോട് കൂടിയിട്ട് വേദനകൾ, അതായത് വേദന നല്ല രീതിയിൽ ആസ്വദിക്കാനുള്ള അവസരം യഥാർത്ഥത്തിൽ ആസ്വദിക്കുക, അല്ലെങ്കിൽ വേദനിക്കാൻ യഥാർത്ഥത്തിൽ അവസരം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുമെന്നുള്ളത് അറിയുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് എന്നതിനപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്ന ഒരു പടച്ച തമ്പുരാനല്ലാതെ ഈ വിഷയം പറയുക സാധ്യമേ അല്ല എന്ന് പറയുന്ന ഫിസിയോളജിസ്റ്റുകൾ ഇന്ന് ലോകത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നമ്മുടെ ശരീരത്തിലെ തൊലികൾക്കടിയിൽ പെയിൻ റിസെപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത്, അത് വളരെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉപയോഗിക്കുന്ന വാചകം ഇതാണ്: അവർക്ക് നാം വേറെ തൊലികൾ മാറ്റി കൊടുക്കുന്നതാണ്. അത് വെന്തു പോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റി കൊടുക്കുന്നതാണ്. അവർ ശിക്ഷ അതിനെ കാരണം സുബ്ഹാനഹു വ തആല പറയുന്നത് അവർ ശിക്ഷ ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയാണത്. അപ്പൊ ആസ്വദിച്ചു കൊണ്ടേയിരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വേണം? തൊലികൾക്കിടയിൽ ഈ തൊലികൾ പോകുന്നതോട് കൂടിയിട്ട് അടുത്ത തൊലി വരുന്നതോടുകൂടി കൂടുതൽ വേദന ഉണ്ടാകണമെന്നുള്ളത് അതൊരു സയന്റിഫിക് ഫാക്ട് ആണ്. അത് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ 6-ാം നൂറ്റാണ്ടിലാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. അത് 4:56. അടുത്ത വചനം നമുക്ക് പറയാനുള്ളത് 6-ാം അധ്യായത്തിലെ 125-ാമത്തെ വചനം. 6-ാം അധ്യായത്തിലെ 125-ാമത്തെ വചനം വോയിസ് പോയി അതെ 6:125. അടുത്ത വചനം എന്ന് പറയുന്നത് 6-ാം അധ്യായത്തിന്റെ 125 പോയോ? അടുത്ത വചനം എന്ന് പറയുന്നത് 6-ാം അധ്യായത്തിന്റെ 125-ാമത്തെ വചനം. 6-ാം അധ്യായത്തിലെ 125-ാമത്തെ വചനമാണ്. 6-ാം അധ്യായത്തിലെ 125-ാമത്തെ വചനത്തിൽ അവിടെ അള്ളാഹു പറയുന്നത് ഏതൊരാളെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കുന്നതാണ്. ഏതൊരാളെ അള്ളാഹു പിഴവിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ ഇടുങ്ങിയതും തീർക്കുന്നതാണ്. വോയിസിന്റെ പ്രശ്നം. ഇവിടെ നല്ല മഴയുണ്ട്, അതാണ്. ഓക്കെ, പിന്നെ ഒരു വീട് മാറി ആയിട്ടതാണ്. തടസ്സമുണ്ട്. ഇടയ്ക്ക് റിഫ്രഷ് ചെയ്ത് സംസാരിച്ചോളൂ. കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോ ഏതൊരാളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു. ഏതൊരാളെ അള്ളാഹു പിഴവിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കി തീർക്കുന്നതാണ്. അവൻ ആകാശത്തിലൂടെ കയറി പോകുന്നത് പോലെ വിശ്വസിക്കാത്തവരുടെ മേൽ അപ്രകാരം അള്ളാഹു ശിക്ഷ ഏർപ്പെടുന്നു. അവിടെ വളരെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയം, അതായത് ആരെ പോലെയാണ്? ആകാശത്തിലേക്ക് കയറി പോകുന്നത് വരെ പോലെയാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഹൃദയം കഠിനമാകുന്നത് എന്നാണ്. ഇന്ന് നമുക്ക് ആസ്ട്രോനട്സിന്റെ, അതായത് ലോകത്ത് ഈ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന, സ്പേസിലേക്ക് യാത്ര ചെയ്യുന്നവരെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് ഹാർട്ട് സ്റ്റിഫനിങ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അവർ യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്.
അത് നാസയുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് പോയാൽ വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമ പറയുന്ന സമയത്ത് അള്ളാഹു പറയുന്ന ഒരു വിഷയം, അതായത് ഹൃദയം അതായത് ഇവരുടെ ഹൃദയം കഠിനമാവും, ഇവരുടെ ഹൃദയം സ്റ്റിഫൻ ചെയ്യും. എങ്ങനെയാണ് സ്റ്റിഫൻ ചെയ്യുന്നത്? ആകാശത്തിലേക്ക് കയറി പോകുന്നവന്റെ ഹൃദയം സ്റ്റിഫൻ ചെയ്യുന്നത് പോലെ ഇവരുടെ ഹൃദയം സ്റ്റിഫൻ ചെയ്യും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോ വളരെ റീസെന്റ് ആയിട്ട്, വളരെ അടുത്ത കാലഘട്ടത്തിൽ മാത്രം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ ആസ്ട്രോനട്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ബഹിരാകാശത്തേക്കും പുറത്തേക്കും യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം സ്റ്റിഫൻ ആകുന്നു എന്നുള്ളത്, അത് കഠിനമാകുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെ റീസെന്റ് ആയിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം മാത്രമാണ്. 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പറയുക സാധ്യമേ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ തുടങ്ങി, അത് അള്ളാഹുവിൽ നിന്നാണ്, ഇത് ഖുർആൻ മാനുഷികമല്ല, ഇത് ദൈവികമാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് 6:125 പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ 55 സൂറത്ത്, അത് 55-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ വചനമാണ്. 55-ന്റെ ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് പുറത്തു കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന പക്ഷം നിങ്ങൾ കടന്നുപോയി. നിങ്ങൾ കടന്നുപോകും. അതായത് അള്ളാഹു ശരി, ആയത്തെ തുടക്കം വരെ ഒന്ന് പറഞ്ഞു. ഓക്കെ. അതായത് സമൂഹമേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് പുറത്തു കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന പക്ഷം നിങ്ങൾ കടന്നുപോയിക്കൊള്ളുക. ഒരധികാരം ലഭിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനപ്പുറത്തേക്ക് ലഭിക്കുന്നതോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആകാശങ്ങളിലേക്ക് അവര് പോകാൻ ഒരു സെക്കൻഡ്, ഫഹീം എന്തൊരു അഭിപ്രായം പറയുന്നുണ്ട്? ഫഹീം എന്നതും പറയുന്നുണ്ട്. ഒന്നും വ്യക്തമാകുന്നില്ല, ക്ലിയർ ആവുന്നില്ല, കേൾക്കുന്നില്ല. സാർക്ക് ഒന്നും കൂടെ റേഞ്ച് പ്ലീസ്. നല്ല തടസ്സം നേരിടുന്നുണ്ട്, അപ്പൊ ആശയവ്യക്തത കുറവ് വരും, അതുകൊണ്ടാണ്. നെറ്റ് ഇഷ്യൂ ധാരാളമായിട്ടുണ്ട് കേട്ടോ. ചിലവിടെ എന്തെങ്കിലും ഒരു ഇപ്പൊ കേൾക്കണ്ട? ഇപ്പൊ കേൾക്കുന്നു. ഞാൻ വേറെ ഏരിയയിലേക്ക് വന്നു. തന്നെയുമല്ല, സമയം നമ്മളിപ്പോ ഫഹീമേ, നമ്മളിപ്പോ ഈ തടസ്സം നേരിട്ടുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ അനുവദിക്കുന്നുണ്ട്. ഫഹീം എന്ന് പറയുന്നു. ഓക്കെ. അല്ല, ഞാൻ പെട്ടെന്ന് തീർത്തേക്കാം. അപ്പോ ഇത് 55-ന്റെ 33 അള്ളാഹു ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് പുറത്തു കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന പക്ഷം നിങ്ങൾ കടന്നുപോയിക്കൊള്ളുക. ഒരധികാരം ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ കടന്നു പോകില്ല. അപ്പൊ ഒരു പവർ ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സാധാരണഗതിയിൽ പോകാൻ കഴിയില്ല. പക്ഷെ ഒരു പവർ ലഭിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നു. അപ്പൊ ഇന്ന് നമുക്കറിയാം, 6-ാം നൂറ്റാണ്ടിലെ മരുഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തി, ആ വ്യക്തി അദ്ദേഹം കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നു, ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നു. അതിനപ്പുറത്തുള്ള ഏതൊരു തരത്തിലുള്ള വാഹനവും അറിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറയാൻ കഴിയുന്ന ഒരു വിഷയമല്ല, നിങ്ങൾക്ക് ആകാശത്തിലൂടെ യാത്ര ചെയ്യാൻ മനുഷ്യന് ഒരു അധികാരം ലഭിച്ചാൽ മനുഷ്യന് കഴിയുമെന്നുള്ളത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയാൻ കഴിയുന്നതോ ചിന്തിക്കാൻ കഴിയുന്നതോ അല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പറഞ്ഞാണ്. അത് അവിടെ പ്രത്യേകിച്ച് ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹം എന്ന് വിളിച്ചത്, അതായത് മനുഷ്യരായ നമ്മളെയും നമ്മൾക്ക് അദൃശ്യരായ മറ്റ് സമൂഹങ്ങളുണ്ടെങ്കിൽ, മറ്റു ജീവികളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും കടന്നു പോകാൻ കഴിയും. ഈ പറഞ്ഞിരിക്കുന്ന പോലെ ചില അധികാരങ്ങൾ ലഭിച്ചാൽ കടന്നു പോകാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ആകാശയാത്ര മനുഷ്യന് സാധ്യമാണ് എന്ന് വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ല. അടുത്ത വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആയത്ത് എന്ന് പറയുന്നത് 3-ന്റെ 93 മൂന്നാം അധ്യായം 93-ാമത്തെ വചനം. 3-ാം അധ്യായത്തിന്റെ 93-ാമത്തെ വചനം എന്നത്
അപ്പൊ ഇതുവരെ എടുത്ത വിഷയങ്ങളിൽ നമ്മൾ അതേ കാലഘട്ടത്തിൽ നടന്ന ഒരു വിഷയം എടുത്തു. അതുകൂടാതെ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതും ഒരു താത്വികമായ ഒരു ചരിത്ര അവലോകനമാണ്. ഇത് 3:93 എല്ലാ ആഹാര പദാർത്ഥവും ഇസ്രായേൽ സന്തതികൾക്ക് അനുവദനീയമായിരുന്നു. തൗറാത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പായി ഇസ്രായേൽ, അതായത് യാക്കൂബ് നബിക്ക്, ഈ ജാക്കബ് എന്ന് നമ്മുടെ ക്രിസ്തീയ സഹോദരർ വിളിക്കുന്ന യാക്കൂബ് നബിക്ക് തന്റെ കാര്യത്തിൽ നിഷിദ്ധമായതൊഴികെ നബിയെ പറയുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ തൗറാത്ത് കൊണ്ടുവന്ന് അതൊന്ന് വായിച്ച് കേൾപ്പിക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, ആ സമൂഹത്തോട്, അതായത് അവിടെ ഉണ്ടായിരുന്ന ജൂത സമൂഹത്തോട് അവരുടെ വേദഗ്രന്ഥത്തിലുള്ള അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തിലുള്ള ദൈവം അവർക്ക് കൊടുത്ത, പടച്ച തമ്പുരാൻ അവർക്ക് കൊടുത്ത, മോശെ പ്രവാചകരിലേക്ക് കൊടുത്ത തോറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉള്ള വിഷയങ്ങൾ പുരോഹിതന്മാർ മറച്ചു വെക്കുകയും അതുപോലെ അവർ ചില നിയമങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്ന അവരോട് പറയാൻ അള്ളാഹു കൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയും ചെയ്യുന്ന ഒരു വചനമാണ്. എന്താണ്? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ പറയുന്ന ഇന്ന വിഷയങ്ങളില്ല, നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കാൻ അല്ലെങ്കിൽ അത് വായിച്ച് കേൾപ്പിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ എന്ന് ആ പുരോഹിതന്മാരെ. കാരണം ഹീബ്രു ഭാഷയിലുള്ള അറബി പോലും യഥാർത്ഥത്തിൽ അറിയാതിരുന്ന മുഹമ്മദ് നബി അൽ ഉമ്മി, അതായത് നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അറബി പോലും അറിയാത്ത ഒരു വ്യക്തി, അദ്ദേഹം അവരോട് പറയുകയാണ്, എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിലുള്ള വിഷയം നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ മുന്നിൽ വായിച്ച് കേൾപ്പിക്കുക, സമൂഹത്തിന് മുന്നിൽ വായിച്ച് കേൾപ്പിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം ഹീബ്രു ഭാഷയിലുള്ള അന്നത്തെ പുരോഹിതന്മാരുടെ മാത്രം കൈവശമുള്ള, അതായത് അവിടെ സാധാരണക്കാരന് അവൈലബിൾ അല്ലാതെ, അവർക്ക് ആർക്കും കയ്യിലില്ലാതെ പുരോഹിതന്മാരുടെ കയ്യിൽ മാത്രമുള്ള ഈ ഗ്രന്ഥം, അവരുടെ കയ്യിലുള്ള തോറ എന്ന് പറയുന്ന ഗ്രന്ഥം, അന്ന് അറബി ഭാഷയിലേക്ക് പരിണാമം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ആ ഗ്രന്ഥത്തിൽ അവരുടെ കയ്യിലുള്ള വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇന്ന വിഷയം പറയുമ്പോൾ ഇന്ന വിഷയം നിങ്ങൾ എടുത്തില്ല, ഇത് നിങ്ങൾ തെറ്റാണ് നിങ്ങൾ സമൂഹത്തിൽ പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ അതില്ല എന്ന് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറയിപ്പിക്കുന്നു. അത് പറയിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു വ്യക്തിക്ക് സാധ്യമേ അല്ല. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ക്ലബ് ഹൗസിൽ 3-4 വർഷമായിട്ട് നിരന്തരമായിട്ട് ഖുർആനിനെതിരെയും അതേപോലെ ബൈബിളിനെതിരെയും ഒക്കെ ചർച്ച നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നും നമ്മുടെ റൂമുകളിൽ വന്നാൽ ഒരു വിഷയം പറയണമെങ്കിൽ അവർക്ക് റെഫറൻസ് അറിയില്ല, ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന വിഷയമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ ഇതൊന്നും പഠിക്കാൻ നിങ്ങളുടെ വേദഗ്രന്ഥം കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കുക, നിങ്ങളുടെ വേദഗ്രന്ഥം കൊണ്ടുവന്ന് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയും സമൂഹത്തെ അറിയിക്കുകയും ചെയ്യുക. അത് സ്വാഭാവികമായിട്ട് അവരുടെ വേദഗ്രന്ഥത്തിനകത്ത് എന്താണുള്ളത് എന്നുള്ളത് അത് നൽകിയിരിക്കുന്ന പടച്ച തമ്പുരാനല്ലാതെ വേറെ ആർക്കും അത് സാധ്യമല്ല എന്നുള്ളതാണ് അതിന്റെ ഈ അവസാനത്തെ പോയിന്റ്. അതാണ് 3:93 എന്നുള്ളത്. ഓക്കെ. അപ്പൊ കഴിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 5 പോയിന്റുകളാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഖുർആൻ അമാനുഷികമാണെന്ന് പറയാം. 1000-ഓളം ആയത്തുകളുണ്ട്. ആയത്തുകളിലെ വെറും 5 ആയത്തുകൾ മാത്രമാണ് തെളിവിലായിട്ട് നമ്മളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത്. എനിക്ക് സമയന്റെ ഈ പറഞ്ഞിരിക്കുന്ന കവറേജിന്റെ പ്രശ്നം, അതായത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാനൊരു വീട് മാറി, എല്ലാവരോടും ഒന്ന് അറിയാവുണ്ട്, ഞാൻ ഒരു വീട് മാറിയിരിക്കുകയാണ്. അതുകൂടാതെ യാത്രയിലാണ്, വർക്കിലാണ്, അതിനൊക്കെ ഇടയിൽ ഓടി വന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അടുത്ത് തന്നെ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് നല്ല രീതിയിൽ റേറ്റൊക്കെ നല്ല രീതിയിൽ സംവദിക്കാനുള്ള സമയം ഉണ്ടാകുമെന്ന് കരുതുന്നു. തടസ്സം നേരിട്ടതിൽ, എന്റെ ഭാഗത്ത് നിന്ന് തടസ്സം നേരിട്ടതിൽ ഇവിടെ ഇരിക്കുന്ന മോഡറേറ്റേഴ്സിനോടും താഴെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരോടും ക്ഷമ ചോദിക്കുന്നു. വാഹ്റദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ. നമ്മള് തലവടി ഒരു 6-7 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്, നെറ്റ്വർക്ക് തടസ്സം മറ്റു കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പൊ ഫഹീനും ആവശ്യമെങ്കിൽ ആ സമയം കൂടുതൽ എടുക്കാം എന്ന് ഫഹീമിനും കൂടെ അറിയിക്കുന്നു. അതെ, 6 മിനിറ്റ് 7 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് നിസാർബോയുടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ വന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായി പോയത്. അത് നമുക്ക് ആ സമയം നമുക്ക് ഫഹീമിന് കൂടുതൽ അനുവദിക്കാം. ഓക്കെ, നമുക്ക് ഇത് സമയം ഇതാകണ്ട. പ്രസന്റേഷൻ ആയിട്ട് ഫഹീമിനെ ക്ഷണിക്കുന്നു. ഫഹീമിനെ കൂടുതൽ സമയം എടുക്കാം കേട്ടോ, പ്ലീസ്. ഓക്കെ. സ്വന്തം ബുദ്ധിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ മതം എന്ന് പറയുന്ന യുക്തിരാഹിത്യത്തെ വിട്ടുകളഞ്ഞ എല്ലാ നിരീശ്വരവാദി യുക്തിവാദി സുഹൃത്തുക്കൾക്കും അതോടൊപ്പം വിശ്വാസി സുഹൃത്തുക്കൾക്കും ഈ സംവാദം കേൾക്കാൻ വന്നതിലുള്ള എൻ്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുകയാണ്. ഞാൻ എൻ്റെ വിഷയാവതരണം എന്ന് പറയുമ്പോൾ അത് റിബട്ടൽ തന്നെ ആയിപ്പോകുന്നത് കൊണ്ടും ചില കാര്യങ്ങൾ കൂടെ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും എൻ്റെ വിഷയാവതരണം 3 ഭാഗമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ കിട്ടുന്ന സമയത്ത് അത് പറയും, ബാക്കി ഖണ്ഡനത്തിന്റെ സമയത്ത് വിഷയാവതരണത്തിന്റെ ബാക്കി കൂടെ ചേർത്ത് പറയാം. കാരണം ഖണ്ഡനം ഏതാണ്ട് അങ്ങനെ തന്നെയാണ് വരുന്നത്. വിഷയാവതരണം തന്നെ ഖണ്ഡനമായി മാറുന്ന ഒരവസ്ഥയാണ്
ഇന്നത്തെ നമ്മുടെ ഈ ഡിബേറ്റിന്റെ ഒരു പ്രത്യേകത. ഞാൻ ആദ്യത്തെ എൻ്റെ ഭാഗം എന്ന് പറയുന്നത് ലോജിക്കൽ ഫാരസീസ് എന്ന് പറയുന്ന ചില ന്യായ വൈകല്യങ്ങളെ ഒന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. ആദ്യത്തെ 5 മിനിറ്റ് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചു പോകാമെന്ന് വരുന്നു. ഒന്നാമത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ചെറി പിക്കിംഗ് ഫാലസി എന്ന് പറയുന്ന ഒരു തരം ഫാലസിയാണ്. അതായത് അത് ഫാലസി ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ചെറിമരമുണ്ട്, എന്നിട്ട് ആ ചെറിമരത്തിൽ നിറയെ ചെറി കായ്ക്കുന്നു. ചെറി കായ്ക്കുമ്പോൾ ആ ചെറിയിൽ നിന്ന് നല്ല ചെറികൾ മാത്രം പറിച്ചെടുത്തുകൊണ്ട് മറ്റൊരാളോട് പറയുകയാണ് ഈ മരത്തിൽ നല്ല ചെറികൾ മാത്രമേ ഉണ്ടാകൂ, ഒരു പ്രത്യേക തരം മരമാണ്. സത്യത്തില് മോശവും കേടായതുമായിട്ടുള്ള ചെറികൾ ആ മരത്തിലുണ്ട്, അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ആർഗ്യുമെന്റ്സിനെ ന്യായീകരിക്കാനായിട്ട് സെലക്റ്റീവായിട്ട് ചില വാദങ്ങൾ മാത്രം എടുക്കുകയും എന്നാൽ അതിന് ചുറ്റുമുള്ള തൻ്റെ ആർഗ്യുമെന്റ്സിന് വിരുദ്ധമായിട്ടുള്ള മറ്റ് ചില വാദങ്ങളെയും അല്ലെങ്കിൽ മറ്റു ചില സൂചനകളെയും മറ്റു ചില വാചകങ്ങളെയും ഒക്കെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു തരം ന്യായവൈകല്യമാണ് ചെറി പിക്കിംഗ് ഫാലസി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് ടെക്സാസ് ഷാർപ്പ് ഷൂട്ടർ ഫാലസി എന്ന് പറയുന്ന ഇത് തെറ്റിദ്ധരിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടെ തന്നെ ചെയ്യുന്ന ചില കബളിപ്പിക്കലുകളാണ് ഇതിൽ വരിക. ഉദാഹരണത്തിന് ഒരു വെടിവെക്കുന്ന ഒരാൾ, അതായത് ഒരു ഷൂട്ടറായിട്ടുള്ള ഒരു വ്യക്തി ഒരു ചുമരിലേക്ക് നിറയെ വെടിവെക്കുന്നു. എന്നിട്ട് ഈ വെടി കൊണ്ട അടയാളത്തിന് ചുറ്റും ടാർഗറ്റ് വരച്ചു വെക്കുന്നു, 4 വട്ടം വരക്കുന്നു. അപ്പോൾ പുറത്തു നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി വരുമ്പോൾ കണ്ടാൽ എന്ത് വിചാരിക്കും? കൃത്യം ടാർഗറ്റിൽ കൊള്ളിച്ച ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു വെടിക്കാരനാണ് ഈ നിൽക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ ഈ വെടിക്കാരൻ യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ്? തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടെ തന്നെ ഒരു എന്താ പറയാ ഒരു കബളിപ്പിക്കൽ അവിടെ കാണിച്ചതാണ്. അതാണ് രണ്ടാമത്തെ ന്യായവൈകല്യം. മൂന്നാമത്തെ ന്യായവൈകല്യം എന്ന് പറയുന്നത് നോ ട്രൂ സ്പോർട്സ്മാൻ ഫാലസി എന്ന് പറയുന്ന, അതായത് യഥാർത്ഥ സ്പോർട്സ്മാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സാധനം. അതായത് നമ്മൾ എത്രയൊക്കെ തെളിവുകൾ കൊടുത്തു കഴിഞ്ഞാലും എത്രയൊക്കെ റീസണിങ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ, ഞങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെ, നിങ്ങളുടെ മനസ്സിലാക്കിയത് തെറ്റാണ്, യഥാർത്ഥത്തിലുള്ള മനസ്സിലാക്കൽ ഇങ്ങനെയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ന്യായവൈകല്യമാണ്. ആ ന്യായവൈകല്യമാണ് ഞാൻ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചത്. അടുത്തതാണ് സ്ലിപ്പർലി സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു ന്യായവൈകല്യം. ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു ഒരു ഒരു മാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ആധുനിക കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ആ വാദത്തെ ഖണ്ഡിക്കാനായിട്ടുള്ള ഒരു വിഫല ശ്രമം നടത്തുന്നതാണ്. ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ് സ്ത്രീകൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യം വേണം എന്ന് പറയുമ്പോൾ ഉടനെ അപ്പുറത്തെ ഭാഗത്തിനോട് ചോദിക്കും, എന്നാ പിന്നെ സ്ത്രീകൾ എന്താ ബിക്കിനി ഇട്ട് നടക്കണം എന്ന് ചോദിക്കും. അതായത് അങ്ങനെയുള്ളൊരു രീതി. ഇനി അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ എന്നിട്ട് വേണം 9 മാസം കഴിഞ്ഞിട്ട് ഈ വയറും വീർപ്പിച്ച് വരാൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ന്യായവൈകല്യമാണിത്. അടുത്തതാണ് സ്ട്രോമാൻ ഫാലസി. അതെല്ലാവർക്കും എളുപ്പമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. നമ്മൾ വെക്കുന്ന ആശയത്തെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ ആശയം അവർക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റിയിട്ട് അതിനെ പ്രതിരോധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അതുമായിട്ട് കുലബന്ധം പോലും ഉണ്ടാവില്ല അത് പ്രതിരോധിക്കുന്ന കാര്യത്തിന്. ഇതിനെയാണ് നമ്മൾ സ്ട്രോമാൻ ഫാലസി എന്ന് പറയാം. അടുത്തതാണ് ബാൻഡ് വാഗൺ ഫാലസി. ബാൻഡ് വാഗൺ ഫാലസി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ശരിയാണ്, ഞാൻ പറയുന്നത് വസ്തുതയാണ്, കാരണം ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് കുറെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. സാധാരണ മതവിശ്വാസികൾ പുറത്തിടുന്ന ഒരു സാധനമാണത്. ഞാൻ പറയുന്നത് ശരിയാണ്, എന്താണ് ഇതിന് കാരണം? ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അത് ശരിയാണ് എന്ന് പറയുന്ന ഒരു സാധനം. എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെങ്കിൽ അത് സ്വന്തം നിലക്ക് ശരിയായിരിക്കണം. കുറെ ആൾക്കാർ വിശ്വസിക്കുന്നത് കൊണ്ട് അത് ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഈ ബാൻഡ് വാഗൺ ഫാലസിയിൽ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. അടുത്തതാണ് അഡ്ഹോമിനം എന്ന് പറയുന്ന ഒരു സാധനം. അതായത് ഒരു രക്ഷയില്ലെങ്കിൽ പിന്നെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളൊക്കെ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കുക. യുക്തിവാദികളൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരാണ്, യുക്തിവാദികൾ വായെടുത്താൽ നുണയെ പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിമർശനത്തെ അങ്ങോട്ട് തള്ളിയിട്ട് വിമർശകനെ മോശക്കാരനാക്കുന്ന ഒരു ഏർപ്പാട്. ഇത് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് ചില ആളുകൾക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും. ഡിബേറ്റിന്റെ മുമ്പോട്ടുള്ള പോക്കുകളിൽ അത് വിശദീകരിക്കാം. എൻ്റെ 1ാം ഘട്ടം കഴിഞ്ഞു. 2ാം ഘട്ടം എന്ന് പറയുന്നത് സിന്ധാനി പ്രോജക്റ്റ് എന്ന് കേട്ടിരിക്കുന്ന ഒരു ഇതാണ്. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും ഞാനൊന്ന് പറയാണ്. സിന്ധാനി പ്രോജക്റ്റിൽ ഒരു സലഫി ഭീകരനായിട്ടുള്ള അബ്ദുൽ മജീദ് സിന്ധാനി എന്ന് പറയുന്ന ഒരു വ്യക്തി രൂപം കൊടുത്തിട്ടുള്ള ഒരു സംഘടനയാണ്. കമ്മീഷൻ ഓൺ സയന്റിഫിക് സയൻസ് ഇൻ ഖുറാൻ ആൻഡ് ഹദീസ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ്. ഈ ഏർപ്പാട് പ്രകാരം ഈ അമേരിക്കയിലും മറ്റുള്ള യൂറോപ്യന്മാരായിട്ടുള്ള സയന്റിസ്റ്റുകളെ സെമിനാറുകൾക്ക് കൊണ്ടുവരികയും
അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഖുറാനിൽ ശാസ്ത്ര സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ച് വീഡിയോ എടുക്കുകയും അവരുടെ പുസ്തകങ്ങളിൽ ചില തിരുമറികൾ നടത്തി എന്താ പറയാ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഖുറാനിൽ ആധുനിക ശാസ്ത്രം ഒളിച്ചു കടത്തിയിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഈ കമ്മീഷൻ ഓൺ സയന്റിഫിക് സയൻസ് ഇൻ ഖുറാൻ ആൻഡ് ഹദീസ് എന്ന് പറയുന്നത്. ഇതിന്റെ തലവൻ എന്ന് പറയുന്നത് അബ്ദുൽ മജീദ് സിന്ദാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു സലഫി ഭീകരനാണ്. ബിൻ ലാദൻ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയുടെ ഒരു ഉപദേഷ്ടാക്കളിൽ ഒരുത്തനായിരുന്നു ഈ വ്യക്തി. ഈ സിന്ദാനി പ്രൊജക്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ഒരു സയന്റിസ്റ്റ് അല്ല, ഒരുപാട് സയന്റിസ്റ്റുകൾ പിന്നീട് ഞങ്ങൾ കെണിയിൽ പെടുകയായിരുന്നു എന്ന് പറഞ്ഞതിന്റെ ന്യൂസുകൾ അല്ലെങ്കിൽ അവരുടെ വീഡിയോകൾ നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ വാൾ സ്ട്രീറ്റ് ജേണൽ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് നോക്കാം. വില്യം ഡബ്ല്യു ഹേ എന്ന് പറയുന്ന ഒരു മറൈൻ സയന്റിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കെണിയിൽ പെട്ടുപോയി, എന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജെറാൾഡ് ഗോറിങ്ങർ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞ എന്താന്ന് വെച്ചാൽ പരസ്പര ധാരണയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു അത് എന്ന് ജെറാൾഡ് ഗോറിങ്ങർ എന്ന് പറയുന്ന ഒരു ഭ്രൂണശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടതായിട്ട് ഈ വാൾ സ്ട്രീറ്റ് ജേണൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ ബന്ധപ്പെട്ടിരുന്ന ആമിസൺ പാമർ, ആൽഫ്രഡ് കോണർ, ടോം ആംസ്ട്രോങ് എന്ന് പറയുന്ന എന്നീ ശാസ്ത്രജ്ഞന്മാരെല്ലാം സയന്റിസ്റ്റുകളെല്ലാം തന്നെ ഇതൊരു കബളിപ്പിക്കലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കീത്ത് മൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ വ്യക്തി ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇംഗ്ലീഷിൽ രചിക്കേണ്ടായി. ഈ സിന്ദാനി പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഈ പുസ്തകം അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രൊജക്ടിന്റെ ആളുകൾ കീത്ത് മൂറിനെ ബന്ധപ്പെടുകയും അങ്ങനെ ഈ പുസ്തകം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഖുർആനും ഹദീസും കൂട്ടിച്ചേർത്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഈ പുസ്തകം കീത്ത് മൂറിന്റെ പുസ്തകമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കീത്ത് മൂർ തന്നെ പല അവസരങ്ങളിലും എനിക്ക് അറബി എഴുതാനോ വായിക്കാനോ അറിയില്ല, അറബി എനിക്ക് വലിയ പരിചയമില്ലാത്ത ഭാഷയാണ് എന്ന് കീത്ത് മൂർ തന്നെ പല സ്ഥലത്തും പറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്തതാണ് നമ്മുടെ ഉപ്പിലിട്ട ഫറോവ എന്ന് പറയുന്ന ഒരു ഐറ്റം കൊണ്ടുവന്ന മോറിസ് ബുക്കായി. ഈ മോറിസ് ബുക്കായിയും ഈ സിന്ദാനി പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു. ഈ റാംസസ് രണ്ടാമൻ എന്നാണ് ആദ്യം ഈ മോറിസ് ബുക്കായി ഈ ഇതിനെ പറഞ്ഞത്. അതായത് ഖുറാനിൽ ഒരു വചനമുണ്ട്, മറ്റേ ഈ ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കൊന്ന ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട്. ആ ഫറോവയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഉപ്പിലിട്ട ഫറോവയെ പൊക്കിക്കൊണ്ട് വന്നു. ഇസ്ലാമിക ലോകം വലിയ രീതിയിൽ പ്രചാരണം കൊടുത്തിട്ടുള്ള ഒരു കപടതയായിരുന്നു അത്. ഇന്നിപ്പോ അവരത് എടുക്കുന്നില്ല. ആദ്യം പറഞ്ഞത് റാംസസ് രണ്ടാമൻ എന്നാണ്, പിന്നെ റാംസസ് രണ്ടാമന്റെ മകനായിട്ടുള്ള മെർനാപ്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഈ വിഷയം പ്രചരിപ്പിക്കുകയുണ്ടായി. ഇന്ന് ആരും തന്നെ അത് എടുക്കുന്നില്ല. പുതിയ കാര്യങ്ങളെ ഈ ഇസ്ലാമിന്റെ കാര്യങ്ങളിലുണ്ടായ പുതിയ മാറ്റങ്ങൾ അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ള ചില ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഈ ഫറോവയുടെ കേസ് പറഞ്ഞ് വരുന്നുള്ളൂ. ഈ ഒരു സിന്ദാനി പ്രൊജക്ട് വലിയ രീതിയിൽ പ്രചാരം നേടുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ വേറെ ചില ആൾക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ആറൂൻ യഹിയ, റഷാദ് ഖലീഫ എന്നൊക്കെ പറയുന്ന ആളുകൾ. ഈ റഷാദ് ഖലീഫ എന്ന് പറയുന്ന അമേരിക്കക്കാരൻ 19ന്റെ അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഖുറാനിൽ 19ന്റെ അത്ഭുതങ്ങളുണ്ട്, എല്ലാം 19ന്റെ ഗുണിതങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ഈ പുസ്തകം കേരളത്തിലും എത്തി. കേരളത്തിൽ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയുണ്ടായി. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് തിരുവരങ്ങാടി കോളേജിലെ ഒരു പ്രൊഫസറായിട്ടുള്ള വൺ മിസ്റ്റർ കമാൽ പാഷ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അങ്ങനെ അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. മലയാളത്തിൽ അത് വലിയ രീതിയിലുള്ള സ്വീകാര്യത നേടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബഷീർ എന്ന് പറയുന്ന ഒരു യുക്തിവാദി ഇത് പരിശോധിക്കാനായിട്ട് ഖുറാനും പേനയും പേപ്പറും ഒക്കെ ആയിട്ട് ഇരിക്കുകയും ഇങ്ങനെ ഈ അവകാശപ്പെടുന്ന തരത്തിലുള്ള ഈ റഷാദ് ഖലീഫ എന്ന് പറയുന്ന വ്യക്തി അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു 19ന്റെ ഗുണിതം കൊണ്ടുള്ള ഒരു അയ്യര് കളി ഈ ഖുറാനകത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അങ്ങനെ ഇല്ലല്ലോ എന്ന് ഈ കമാൽ പാഷയോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ കമാൽ പാഷ പറഞ്ഞ മറുപടി വൻ കോമഡി ആയിരുന്നു. ഞാൻ ഈ റഷാദ് ഖലീഫയുടെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, ഞാൻ ഖുറാനിൽ അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഖുറാനിൽ അങ്ങനെ ഉണ്ട് ഏതെങ്കിലും ഒരു എണ്ണമെങ്കിലും പരിശോധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ 19ന്റെ ഗുണിതം അതിനകത്ത് ഇല്ല എന്നുള്ള വസ്തുത ഒഴിവാകുമായിരുന്നു. എന്നാൽ അതിന് തയ്യാറാകാതെ ഭൗതിക സത്യസന്ധത ഇല്ലാതെ കിട്ടിയത് അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ട് ഈ ഇവിടെയുള്ള വിശ്വാസി സമൂഹത്തെ വഞ്ചിക്കുകയാണ് ഈ റഷാദ് ഖലീഫയും അതിനോടൊപ്പം അതിന്റെ പുസ്തകം പ്രചരിപ്പിക്കാനായിട്ട് മലയാളത്തിൽ പോലും പേന എടുത്ത ആളുകളും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം വിസ്മരിക്കാൻ പറ്റുന്നതല്ല.
അടുത്തത്, ഈ റഷാദ് ഖലീഫ തന്നെ പിന്നീട് വലിയ രീതിയിൽ രീതിയിലുള്ള പല തട്ടിപ്പുകളൊക്കെ നടത്തി ഒരു പള്ളിയൊക്കെ സ്വന്തമാക്കി ഈ പള്ളിയിലെ വലിയ ഇമാമൊക്കെ ആയിട്ട് നിന്ന് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് പെട്ടെന്നൊരു ദിവസം ഒരു തോന്നല്, ഞാനും പ്രവാചകനല്ലേ. അങ്ങനെ പുള്ളി പറഞ്ഞു ഞാനും പ്രവാചകനാണെന്ന് പറഞ്ഞു. ആര് വെടിവെച്ച് കൊന്നു, പള്ളിയുടെ മുമ്പ് തന്നെ വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ് ഒരു വാർത്ത. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അടുത്തൊരാള് ഹാറൂൺ യഹിയ എന്ന് പറയുന്ന ഒരാള്. ഈ ഹാറൂൺ യഹിയ എൻ്റെ ഓർമ്മയിൽ പണ്ട് നമ്മുടെ സമദാനി കോഴിക്കോട് ബീച്ചിൽ ഈ എല്ലാ റമദാനിലും മദീനയിലേക്കുള്ള പാത എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രഭാഷണ പരമ്പര നടത്താറുണ്ട്. ഞാനതിന്റെ വലിയൊരു ഫാനായിരുന്നു. കാരണം ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് അനുവാദം കിട്ടും. രാത്രിയാണല്ലോ ഈ പ്രഭാഷണം. അപ്പം ബീച്ചിലൊക്കെ പോയി ഇരുന്നിങ്ങനെ രാത്രി മഞ്ഞൊക്കെ കൊണ്ട് നല്ല രസകരമായിട്ട് ഇയാളുടെ പ്രസംഗം കേട്ടിരിക്കും. അപ്പം ആ സമയങ്ങളിൽ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് ഈ ഖുറാനിലെ ഏഴാകാശം. ഈ ഖുറാനിലെ ഏഴാകാശമുണ്ട്. അത് എന്താണ്? ഈ എന്താ പറയുക, നമ്മുടെ അന്തരീക്ഷത്തിന്റെ ചില പാളികളുണ്ട്, സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറയുന്ന കുറെ പാളികൾ. ഈ പാളികളാണ് ഖുറാനിലെ ഏഴാകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമദാനി പ്രസംഗിക്കുന്നത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ ഏഴാകാശം, അന്തരീക്ഷത്തിന്റെ പാളികളാണ് ഈ ഏഴാകാശം എന്ന് പറയുന്ന ഈ ശാസ്ത്ര സത്യത്തിന്റെ ഉപജ്ഞാതാവാണ് ഈ ഹാറൂൺ യഹിയ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ശാസ്ത്രമുണ്ടാക്കിയതിൻ്റെയും അതുപോലെ ലോജിക്കൽ ഫാലസികളുടെയും ഒരു സംക്ഷിപ്ത രൂപം. പിന്നീട് വേണമെങ്കിൽ നമുക്കത് പറയാം. അതിന് എനിക്കിനി എത്ര സമയം ബാക്കിയുണ്ട്? ഇനി ഇനി 17 മിനിറ്റ് ഉണ്ട്. ഇനി 17 മിനിറ്റ് ഉണ്ട്. ഇനി ഞാൻ നേരെ നമ്മുടെ ഖുറാനിലേക്ക് തന്നെ കടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ഖണ്ഡനമായിട്ട് നമുക്ക് അടുത്ത തവണ പറയാം. ആദ്യം വിഷയാവതരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഖുറാനിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള 5 ആയത്തുകളാണ് കിട്ടിയത്. 5 ആയത്ത് ഖുറാൻ മുഴുവനായിട്ട് എടുത്ത് ഒരു സംവാദത്തിന് യുക്തിവാദികൾ തയ്യാറാണ്. ഖുറാൻ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവാകും. അതുകൊണ്ട് 5 ആയത്ത് മതി എന്ന് നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് വിശ്വാസികളാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു 5 ആയത്താണെങ്കിൽ ആ 5 ആയത്ത് നമ്മളോട് മുൻകൂട്ടി പറയണം. കാരണം നിങ്ങളൊരു 5 ആയത്ത് എടുത്ത് വന്നിട്ട് നമ്മൾ വെറും കൈയോടെ വരുന്നത് ശരിയല്ല. നമുക്കും പ്രിപ്പയർഡ് ആവണം. എങ്കിൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ. ഖുറാൻ മൊത്തം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും എടുക്കാം, അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ഏതും എടുക്കാം. നിങ്ങൾ പറയുന്നതിന് ഞാനും ഖണ്ഡിക്കുന്നു, ഞാൻ പറയുന്നതിന് നിങ്ങളും ഖണ്ഡിക്കുന്നു. പക്ഷെ ഖുറാൻ മൊത്തമല്ല 5 ആയത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ഞാൻ വെറും കൈയോടെ വരേണ്ടി വരും. അങ്ങനെ വെറും കൈയോടെ വരുന്നത് ഒരു സംവാദത്തിന്റെ ഒരു രീതിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്. അങ്ങനെ ഒരു 5 ആയത്താണെങ്കിൽ ആ 5 ആയത്ത് നമുക്ക് മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വന്ന സാഹചര്യം. അടുത്ത തവണ വേണമെങ്കിൽ ഖുർആൻ മൊത്തമായിട്ട് എടുത്തുകൊണ്ടും സംവാദമാകാവുന്നതാണ്. ഇതേ വിഷയത്തിൽ തന്നെ ഖുർആൻ അമാനുഷികമല്ല എന്നുള്ള വാദം മുമ്പോട്ട് വെക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. 5 ആയത്തുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് 111-ന്റെ 1, 4-ന്റെ 56, 6-ന്റെ 125, 55-ന്റെ 33, 3-ന്റെ 93 ഇത്രയും ആയത്തുകളാണ് കിട്ടിയിട്ടുള്ളത്. ഈ ആയത്തുകളിൽ ഒരു യുക്തിവാദി അല്ലെങ്കിൽ ഒരു ചിന്തിക്കുന്ന ഒരു വ്യക്തി വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മാനുഷിക വികാരങ്ങൾ കൂടിക്കലർന്നു നിൽക്കുന്ന വചനങ്ങളാണ് ഇത് മൊത്തം എന്നുള്ളതാണ്. മാനസിക വികാരങ്ങൾ ഏതൊക്കെയാണ്? മനുഷ്യനുള്ള വികാരങ്ങൾ കോപം, നിരാശ, ദേഷ്യം, അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ചില വികാരങ്ങളുണ്ട്. നമ്മൾ അധമ വികാരങ്ങൾ എന്നൊക്കെ പറയുന്ന കോപം, നിരാശയൊക്കെ ഉണ്ട്. നിരാശ ഉണ്ടാകുമ്പോൾ നമുക്ക് കോപം വരും, സങ്കടം ഉണ്ടാകുമ്പോൾ നമുക്ക് കോപം വരും. ഇതെല്ലാം തന്നെ മനുഷ്യന്റെ വികാരങ്ങളാണ്, മാനുഷിക വികാരങ്ങൾ. ഒരു ദൈവത്തിന് മാനസിക വികാരങ്ങൾ ഉണ്ടാകേണ്ട കാര്യമില്ല. ഇനി ഈ പുസ്തകം അവതരിപ്പിച്ച ദൈവം മാനസിക വികാരമുള്ള ദൈവമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ചിലപ്പോ നമ്മുടെ എതിർ സംവാദകൻ അത് വ്യക്തമാക്കുമായിരിക്കും. അതിൽ ആദ്യത്തെ ആയത്ത് 111-ാമത്തെ അധ്യായം മസദ് അല്ലെങ്കിൽ ലഹബ് എന്ന് പറയുന്ന ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിന്റെ ഒരു സാഹചര്യം ഇവിടെ നമ്മുടെ എതിർ സംവാദകൻ പറഞ്ഞു. അതായത് മുഹമ്മദ് ഈ മക്കയില് പ്രബോധനമായിട്ട് നടക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു മലയിലേക്ക് ഓടിക്കയറുകയും ഈ മലക്ക് പിറകിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ യുദ്ധത്തിന് വരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയും
നീ അങ്ങനെ കള്ളമൊന്നും പറയുന്ന ആളല്ലല്ലോ, ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറയുകയും, എന്നാൽ അള്ളാഹു ഭയങ്കര സംഭവമാണ്, അള്ളാഹു ഏക ദൈവമാണ്, ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ കള്ളന്മാരാണ് എന്ന് മുഹമ്മദ് പറഞ്ഞപ്പോൾ മുഹമ്മദിന്റെ മൂത്താപ്പയായിട്ടുള്ള പിതൃവ്യനായിട്ടുള്ള അബ്ദുൽ ഉസ്സ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഉസ്സ എന്ന പേരായിട്ടുള്ള അബൂ ലഹബ് എന്നറിയപ്പെടുന്ന, ലഹബ് എന്ന് പറഞ്ഞാൽ ഈ ജ്വാല, തെളിച്ചമുള്ള എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നല്ല സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ പറയുന്ന വ്യക്തി പിതൃവ്യനാണ്. അയാൾ പറഞ്ഞു, മുഹമ്മദേ നിനക്ക് നാശം. ഈ നമ്മളൊക്കെ ഈ മെനക്കെടുത്തല്ലോ, ഓരോരോ പണി നിൽക്കുന്ന ആൾക്കാരെ ഈ ബേജാറാക്കി വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഇതേപോലുള്ളൊരു തമാശയാണോ നിനക്ക് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ മൂപ്പര് പറഞ്ഞു, മുഹമ്മദേ നിനക്ക് നാശം എന്ന് പറഞ്ഞു. അതായത് ലഹബിന് ദേഷ്യം വന്നു, അബ്ദുൽ ഉസ്സക്ക് ദേഷ്യം വന്നു. ഈ നമ്മുടെ മുഹമ്മദ് ഇങ്ങനെ ഒരു കോപ്രായം കാണിച്ചപ്പോ അബ്ദുൽ ഉസ്സക്ക് ദേഷ്യം വന്നു. സ്വാഭാവികമാണ്, മനസ്സിലാവുമ്പോ ദേഷ്യം വരും. ഈ ദേഷ്യം വന്നപ്പോ പുള്ളി പറഞ്ഞു, മുഹമ്മദേ നിനക്ക് നാശം എന്ന് പറഞ്ഞു. ഈ ഉസ്സയെ നേരത്തെ നമ്മുടെ നിസാർ ബ്രോ ഇവിടെ പറഞ്ഞു, ഈ ഉസ്സ എന്ന് പറയുന്നത് പിതാവിന്റെ ജ്യേഷ്ഠനാണ്. മുഹമ്മദിനെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. മുഹമ്മദിനോട് കരുണയും സ്നേഹവും ഒക്കെ കാണിച്ചിരുന്നു. മുഹമ്മദ് ജനിച്ചു എന്നറിഞ്ഞ വിവരം അറിയിച്ച അടിമയെ സ്വതന്ത്രയാക്കിയ ആളാണ്. അപ്പൊ എത്ര നല്ല മനുഷ്യനാണ് ഈ ലഹബ് എന്ന് ആലോചിക്കണം. സ്നേഹമുള്ള മനുഷ്യനാണ്. മുഹമ്മദിന്റെ ജനന വിവരം, കാരണം മുഹമ്മദിന്റെ ജനനത്തിന് മുമ്പ് തന്നെ മുഹമ്മദിന്റെ പിതാവ് അന്തരിച്ചു പോയി. പിന്നീട് ആണ് മുഹമ്മദ് ജനിക്കുന്നത്. ആ മുഹമ്മദിന്റെ ജനന വിവരം അറിഞ്ഞപ്പോ തന്റെ സഹോദരന് ഒരു കുട്ടി പിറന്നിരിക്കുന്നു, ഒരു ആൺകുട്ടി പിറന്നിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ ആ വിവരം അറിയിക്കാനായിട്ട് എത്തിയ അടിമയെ മോചിപ്പിച്ചുകൊണ്ട് അതിന്റെ സന്തോഷം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ ലഹബ് എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ദേഷ്യം വന്നു. നമ്മുടെ മൂത്തപ്പന്മാരൊക്കെ നമ്മളോട് ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. നമ്മുടെ എളാപ്പന്മാരൊക്കെ, നമ്മുടെ വാപ്പന്റെ ജ്യേഷ്ഠനും നമ്മുടെ ഉമ്മയുടെ ആങ്ങളെയൊക്കെ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുകയും നമ്മളുടെ അടുത്ത് ചീത്ത പറയുകയൊക്കെ ചെയ്യും. എന്ന് കാര്യം നമ്മളാരും തിരിച്ച് പുള്ളിയെ അവരെ ചീത്ത പറയാറില്ല, കാരണം നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മുഹമ്മദ് തിരിച്ച് ചീത്ത പറഞ്ഞു. മുഹമ്മദ് അദ്ദേഹത്തിന് മാത്രമല്ല പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഭാര്യയും ചീത്ത പറഞ്ഞു. എന്താ പറഞ്ഞത്? നിന്റെ കൈ നശിച്ചു പോകും ലഹബ, നിന്റെ കൈ നശിച്ചു പോകും. ഒരു ദൈവം തന്റെ സൃഷ്ടിയായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശപിക്കുകയാണ്. ഒരു ദൈവത്തിന് മാനസിക വികാരങ്ങൾ ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല. കാരണം ദൈവം സർവ്വശക്തനും സർവ്വജ്ഞാനിയുമാണ്. എല്ലാം അറിയുന്നവനും എല്ലാ ശക്തിയും എന്ത് വേണമെങ്കിലും നടപ്പിൽ വരുത്താൻ കഴിവുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരാൾക്ക് ദേഷ്യമോ നിരാശയോ വരില്ല. മനുഷ്യന് ദേഷ്യവും നിരാശയൊക്കെ വരുന്നത് വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് എല്ലാം നടത്തിയെടുക്കാനുള്ള ശേഷി നമുക്കില്ല, ഒരു സാധാരണ മനുഷ്യനില്ല. എന്നാൽ വിശ്വാസികൾ പറയുന്ന ദൈവത്തിനെ, വിശ്വാസികൾ അവതരിപ്പിക്കുന്ന ദൈവം സർവ്വശക്തനും സർവ്വജ്ഞാനിയുമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്, അങ്ങനെയുള്ള ഒരു ശക്തിക്ക്, അങ്ങനെയുള്ള ഒരു എൻറ്റിറ്റിക്ക് ദേഷ്യം വരേണ്ട കാര്യമില്ല. കാരണം പുള്ളി എന്തോ വിചാരിക്കുന്നുവോ അത് നടത്തിയെടുക്കാനുള്ള കഴിവ് ഈ ദൈവത്തിനുണ്ട് എന്ന് വിശ്വാസികൾ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനു ദേഷ്യം വന്നു? അപ്പൊ ഇവിടെ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മുഹമ്മദിനും ദേഷ്യം വന്നു. ആ മുഹമ്മദ് പറഞ്ഞു, എന്താണ്, നീ നശിച്ചു പോട്ടെ, നിന്റെ ഭാര്യയും നശിച്ചു പോട്ടെ. നിന്റെ ഭാര്യയുടെ കഴുത്തില് എന്തുണ്ടാവും? ഭാര്യ എന്ന് പറയുമ്പോൾ ഉമ്മു ജമീല എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. ഈ ഭാര്യയുടെ കഴുത്തിൽ നല്ലൊരു സ്വർണത്തിന്റെ കല്ലൊക്കെ പതിപ്പിച്ചൊരു മാല ഉണ്ടായിരുന്നു പോലും, ഇസ്ലാമിക ചരിത്രത്തിലുള്ളതാണ്. അതിന് പകരം ഈ എന്താ പറയാ, മസദ് ആയിരിക്കും നിന്റെ ഭാര്യയുടെ കഴുത്തില്. അതായത് മസദ് എന്ന് പറയുന്നത് ഈന്തപ്പന നാര് കൊണ്ട് മെടഞ്ഞുണ്ടാക്കുന്ന ഒരു തരം കയറാണ്. മറ്റേ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു കയറ് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കുന്നതാണ് അടുത്ത വചനം. ഇനി രണ്ടാമത്തെ വചനം 4:56. 4:56 എന്താണ് വചനം? ഇതും ഒരു നിരാശയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വചനമാണ്. എന്താണ് നിരാശ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ള നിരാശ. ദൈവത്തിന്, സർവശക്തനായിട്ടുള്ള ദൈവത്തിന് എന്ത് വേണ്ട? നിരാശപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഒരുപാട് പരിമിതികളുള്ള മനുഷ്യന് തീർച്ചയായിട്ടും എന്ത് പറ്റും? നിരാശ വരും. ഇവിടെ ഈ നിരാശയുടെ കേസ് പറഞ്ഞപ്പോ ഈ ആയത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ പെയിൻ റിസപ്റ്റേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഞാനൊരു കാര്യം വായിക്കുകയാണ്. തീർച്ചയായും നാം നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. ഇതൊരു ഭീഷണിയാണ്. നിരാശയിൽ നിന്ന്, അതായത് ഞാൻ പറയുന്നതൊന്നും നീ കേട്ടിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ നരകത്തിലിട്ട് കത്തിക്കുമെന്ന് പറയുന്ന ഒരു ഭീഷണിയാണ്. ഞാൻ പറയുന്നതെല്ലാം വിശ്വസിച്ച ആളുകൾക്കുള്ള ഓഫർ തൊട്ടടുത്ത വരിയിലുണ്ട്. തൊട്ടടുത്ത വരി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ പെയിൻ റിസപ്റ്റേഴ്സോ മറ്റേ തലച്ചോറോ ഒന്നും ഇല്ലാന്ന് നമുക്ക് മനസ്സിലാവും. തൊട്ടടുത്ത വരി എന്താണ്? തൊട്ടടുത്ത വരിയിൽ പറയുന്നത് എങ്ങനെയാണ്? വിശ്വസിക്കുകയും സൽപ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തവരാകട്ടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോട്ടങ്ങളിൽ നാം അവരെ പ്രവേശിക്കുന്നതാണ്. ഇത് ഒരു തരം കൊപ്പയാണ്.
കൊതിപ്പിക്കുക, പേടിപ്പിക്കുക. ആദ്യം നമ്മൾ കണ്ടത് പേടിപ്പിക്കലാണ്, രണ്ടാമത് നമ്മൾ കണ്ടത് കൊതിപ്പിക്കലാണ്. എന്നെ നീ വിശ്വസിച്ചോ, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിന്നെ നരകത്തിലിട്ട് പൊരിക്കും എന്നാണ്. ഒരു ദൈവം ഭീഷണിപ്പെടുത്താണ്. ഇത്രയും ഗതികെട്ട ഒരു ദൈവം വേറെ ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് കുറെ പറഞ്ഞിട്ട് കേൾക്കാതായപ്പോ അവസാനം നിരാശനായിക്കൊണ്ട് ആ നിരാശ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് കാണാനുള്ളത്. അതിന്റെ റിബട്ടൽ ഞാൻ അടുത്ത സെഷനിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്ത, അതായത് പെയിൻ റിസപ്റ്റേഴ്സിന്റെ കാര്യത്തിലുള്ള റിബട്ടൽ ഞാൻ അടുത്ത സെഷനിലേക്ക് മാറ്റി വെക്കുകയാണ്. സമയം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഉള്ളത് എന്താണ്? 6:125. ഇത് ഈ വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രാചീന മനുഷ്യന്റെ അറിവില്ലായ്മയാണ്. 6:125 എന്താണ് നമുക്ക് എഴുതിയിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. ഇന്ന് നമുക്കറിയാം മനുഷ്യന്റെ ചിന്തയുടെയും ബുദ്ധിയുടെയും വികാരങ്ങളുടെയും എല്ലാം കേന്ദ്രം എന്ന് പറയുന്നത് തലച്ചോറാണ്. ഹൃദയത്തിന് പ്രത്യേകിച്ച് ഇതിൽ ചിന്തയിലോ ബുദ്ധിയിലോ ഓർമ്മയിലോ ഒന്നും യാതൊരു കാര്യമില്ല. യാതൊരു റോളും ഹൃദയത്തിനില്ല. ഞാൻ അക്ബർ സാഹിബ് പറഞ്ഞതുപോലെ ഹൃദയ തലച്ചോർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു കാര്യം അക്ബർ സാഹിബ് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് ഇന്നറിയാവുന്ന സയന്റിഫിക് എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്നറിയാം നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ തലച്ചോറാണ്. അതിലാണ് മനുഷ്യന്റെ ഓർമ്മ, മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ വിചാരങ്ങൾ എല്ലാത്തിന്റെയും കൈകാര്യം എല്ലാം അടങ്ങിയിരിക്കുന്നത് തലച്ചോറിനകത്താണ്. പക്ഷെ 6-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യന് തലച്ചോറിനെ കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. എല്ലാം ഹൃദയമാണ് എന്നായിരുന്നു 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും ഒക്കെ മനുഷ്യന്റെ അബദ്ധമായിട്ടുള്ള ഒരു ധാരണ. അതേ ധാരണ ഈ അള്ളാഹു എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം സർവജ്ഞാനിയാണ്. സർവജ്ഞാനിയായിട്ടുള്ള ഒരു ദൈവത്തിന് ഈ അബദ്ധ ധാരണ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ. പക്ഷെ 6-ാം നൂറ്റാണ്ടിലെയും 7-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യന് തീർച്ചയായിട്ടും ഈ അബദ്ധ ധാരണ ഉണ്ടാകും. കാരണം അത് അവിടുത്തെ മക്കയിലെ പൊതുബോധമാണ്, പൊതുധാരണയാണ്. പക്ഷെ അത് അബദ്ധമാണ്. അവിടെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊരാളെ നേർവയിലേക്ക് നയിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കും. ഹൃദയം തുറന്നു കൊടുത്തിട്ട് എന്താണ് കാര്യം? ഹൃദയത്തിൽ എന്തിരിക്കുന്നു? ഹൃദയം രക്തം പമ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം മാത്രം നടത്തുന്ന ഒരു അവയവമാണ്. ഹൃദയം നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. ഇന്ന് കൃത്രിമ ഹൃദയങ്ങളുണ്ട്. കൃത്രിമ ഹൃദയമായിട്ട് ജീവിക്കുന്ന അനേകം മനുഷ്യർ നമുക്കിടയിലുണ്ട്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിച്ച പ്രവർത്തനം എന്താ പറയാ തൃപ്തികരമായ പ്രവർത്തനമാക്കി മാറ്റാനുള്ള ഉപകരണങ്ങൾ പോലും ഘടിപ്പിച്ച ആളുകൾ, നമ്മുടെ പേസ് മേക്കർ പോലുള്ള ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ച ആളുകൾ നമുക്കിടയിൽ അനേകരായിട്ട് ജീവിക്കുന്നുണ്ട്. ഹൃദയം ചിന്തയിലോ ബുദ്ധിയിലോ യാതൊരു പങ്കും വഹിക്കുന്ന ഒരു കാര്യമില്ല, തലച്ചോറാണ്. എന്നാൽ ഈ ഖുർആനകത്ത് തലച്ചോറ് എന്ന് പറയുന്ന ഒരു വചനം പോലും എവിടെയുമില്ല. തലച്ചോറിനോ തലക്കോ എന്തെങ്കിലും പ്രാധാന്യമുള്ള തരത്തിലുള്ള ഒരു വചനം പോലും ഖുർആനിൽ എവിടെയുമില്ല. പിന്നെ വേറൊരു കേസ്, അള്ളാഹു തന്നെയാണ് രണ്ടും ഉദ്ദേശിക്കുന്നത്. നേർവഴിയിലാക്കാനും പിഴവിലാക്കാനും അള്ളാഹു തന്നെ ഉദ്ദേശിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് ഹൃദയം തുറന്നു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഹൃദയം തുറന്നു കൊടുത്തിട്ട് അതിൽ എന്താണ് പ്രത്യേകിച്ചൊരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി അടുത്ത വചനം. ഇനി 5 മിനിറ്റ് ആണുള്ളത്. ഓക്കെ ഇനി 5 മിനിറ്റ് ആണുള്ളത്. ഓക്കെ, പിന്നെ വേറെ ഏതാ പറഞ്ഞത്? ശരി, ആകാശത്തിലൂടെ കയറി പോകുന്നത്. അത് ഞാൻ റിബട്ടലിന്റെ സമയത്തേക്ക് ആകാശത്തിലൂടെ കയറി പോകുന്നത് എങ്ങനെ എന്നുള്ളത് റിബട്ടലിന്റെ സമയത്ത് കൃത്യമായിട്ട് പറയാം. അതിനു മുമ്പ് ഞാനൊരു ചെറിയ ചോദ്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ആകാശം എന്നൊന്ന് എന്റെ സംവാദകൻ ഒന്ന് വിശദമാക്കണം. പകൽ കാണുന്ന നീല നിറത്തിലുള്ള ആ മേലാപ്പാണോ, അതല്ല നക്ഷത്രങ്ങൾ, രാത്രിയിൽ നക്ഷത്രങ്ങൾ തെളിയുന്ന, ചന്ദ്രൻ തെളിയുന്ന ആ സംഭവത്തെയാണോ, ആ മൂടുപടത്തെയാണോ, അല്ലെങ്കിൽ ആ വിധാനത്തെയാണോ, ആ കാര്യത്തെയാണോ ആകാശം എന്ന് പറയുന്നത്? ഒന്ന് ശ്രദ്ധിക്കണം. അതായത് പകൽ നീല നിറത്തിൽ കാണുന്നതാണോ, അല്ലെങ്കിൽ രാത്രി നക്ഷത്രങ്ങളൊക്കെയുള്ള കറുപ്പ് നിറത്തിൽ കാണുന്നതാണോ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ആകാശം എന്ന് ഒന്ന് വ്യക്തമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ അടുത്ത വരിയിലോട്ട് ഞാൻ പോവാണ്. 55-ന്റെ 33. 55-ന്റെ 33 ഏകദേശം മാനസിക വികാരങ്ങളായിട്ടുള്ള അഹങ്കാരം, അതുപോലെ വീമ്പ് പറച്ചിൽ, ഇത് രണ്ടുമാണ് ഈ ആയത്തിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് കണ്ടത്. യുക്തിയും ബോധവുമുള്ള ഏതൊരു മനുഷ്യനും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. അതായത് ഒന്ന് ആദ്യമായിട്ട് പറയാനുള്ള പോയിന്റ്, അറേബ്യയിലെ അന്ധവിശ്വാസത്തെ ദൈവവും കൂട്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജിന്ന് എന്ന് പറയുന്നത് അറേബ്യയിലെ ഇസ്ലാമിന് മുമ്പ് തന്നെയുള്ള നമ്മുടെ നാട്ടിലൊക്കെയുള്ള മാടൻ, മറുത, യക്ഷൻ, യക്ഷി
മറ്റേ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. കേരളത്തിൽ അങ്ങനെ കുറേയുള്ള സാധനങ്ങളുണ്ട്. അതേപോലെ അറേബ്യയിൽ പ്രശസ്തമായിട്ടുള്ള ഒരു അന്ധവിശ്വാസമാണ്, നമ്മുടെ മാടനും മർദ്ദക്കും ഒക്കെ തത്തുല്യമായിട്ടുള്ള ഒരു സാധനമാണ് ജിന്ന്. ഈ ജിന്നിനെയും ഈ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കോമഡി ആയിട്ട് നമുക്ക് ഈ വരികളിൽ കാണാനായിട്ട് പറ്റാം. അതിന്റെ റിബട്ടല് മറ്റേ എന്താ പറയാ, ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു പോകാൻ സാധിക്കുന്ന പക്ഷം അതിന്റെ റിബട്ടല് ഞാൻ റിബട്ടൽ ഇതിലേക്ക് മാറ്റി വെക്കുകയാണ്. അല്ലെങ്കിൽ ഇത് എല്ലാം ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താകുന്ന വെച്ചാല് സമയമില്ലാണ്ടാവും. ഓക്കെ, ഇനി ലാസ്റ്റ് 3:93 ആലു ഇമ്രാനിലെ വചനം. അതില് തഫ്സീറുകളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സന്ദർഭം, ഏത് സന്ദർഭത്തിലാണ് ഈ വചനം ഇറങ്ങിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. അതായത് ജൂതന്മാരെ മറ്റേ സന്ദർശിച്ചുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു, ഞാനും ഇബ്രാഹിമി പാതയാണ് പിന്തുടരുന്നത്. ജൂതന്മാരും ഇബ്രാഹിമി പാതയാണല്ലോ പിന്തുടരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജൂതന്മാർ തിരിച്ചു ചോദിച്ചു, ഞങ്ങൾക്ക് കോഷർ എന്ന് പറയുന്ന ഒരു ഭക്ഷണ രീതി ഉണ്ട്, അതുകൊണ്ട് ഞങ്ങള് ഒട്ടകത്തിന്റെ ഇറച്ചിയും പാലും നിഷിദ്ധമാണ്, ഞങ്ങളത് കഴിക്കില്ല എന്ന് ജൂതന്മാര് പറഞ്ഞപ്പോ മുഹമ്മദ് പറഞ്ഞു, എന്നാൽ തോറയിൽ അങ്ങനെ ഇല്ല, നിങ്ങൾ തോറ കൊണ്ടൊന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു. അത് കാണിച്ചില്ല, അത് തോറയിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് കാണിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വാദം വെച്ചതായിട്ട് കാണുന്നത്. അതിന്റെ റിബട്ടല് ഞാൻ എൻ്റെ അടുത്ത വിഷയത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് അങ്ങ് പോവാം, എന്നാലേ ആ സമയം കൃത്യമായിട്ട് കിട്ടുള്ളൂ. മുഹമ്മദ് പറഞ്ഞത് തോറയിൽ അങ്ങനെ ഇല്ല എന്നാണ്, എന്നാൽ തോറയിൽ അങ്ങനെ ഉണ്ട്. ഈ തോറ എന്താണ്, ആ തോറ എന്താണെന്നുള്ള കാര്യം ഒന്ന് വിശദമാക്കാം ആദ്യം. ഈ തോറ എന്ന് പറയുന്നത് മൂസ എന്ന് പറയുന്ന പ്രവാചകന്, അല്ലെങ്കിൽ മോസസ് എന്ന് പറയുന്ന ഒരു പ്രവാചകന് ദൈവം അവതരിപ്പിച്ചു കൊടുത്ത 5 ഗ്രന്ഥങ്ങളാണ് തോറ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പഴയ നിയമത്തിലെ 5 ബുക്കുകളാണ് തോറ. തോറ എന്ന വാക്കിന് അർത്ഥം ലോ എന്ന് മാത്രമാണ്. ലോ അല്ലെങ്കിൽ ടീച്ചിങ് എന്നൊക്കെയാണ് അർത്ഥം. അതിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തനം എന്നുള്ള 5 പുസ്തകങ്ങളാണ് ഇത് എന്താണ് ഈ തോറ എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതിന്റെ കാലഘട്ടം ഇത് എന്നാണ് എഴുതിപ്പെട്ടത് എന്നുള്ളതിന് കൃത്യമായ ഇതൊന്നുമില്ല, കൃത്യമായ കണക്കുകൾ ഒന്നുമില്ല. ചിലർ തെറ്റിദ്ധാരണയുണ്ട് ചില ആളുകൾക്ക്, ജൂതന്റെ ബൈബിളാണ് തോറ എന്നുള്ളത്. സത്യത്തിൽ അങ്ങനെയല്ല. ജൂതന്റെ ബൈബിൾ എന്ന് പറയുന്നത് തനാക്കാണ്. തോറ, നെബൂവിം, കെതൂബിം എന്ന് പറയുന്ന 3 പുസ്തകങ്ങൾ ചേർന്നതാണ് തനാക്ക്. ആ തനാക്കിലെ ആദ്യത്തെ പുസ്തകമാണ് തോറ. അത് അതേപടി എടുത്ത് പൊടിയട്ടിയെടുത്ത് അടിച്ചു മാറ്റിയാണ്. എന്തെങ്കിലും തടസ്സം വന്നിരുന്നോ? അല്ല, സമയമായിട്ടുണ്ട്, ഒന്ന് ചുരുക്കിക്കോളൂ. ഓക്കെ, ഞാൻ തോറയുടെ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ തനാക്കാണ് ജൂതന്റെ ബൈബിൾ എന്ന് പറയുന്നത്. ഈ 3 പുസ്തകങ്ങൾ ചേർന്നാണ് തനാക്ക്. അതിൽ ആദ്യത്തെ പുസ്തകമാണ് തോറ. ഓക്കെ, അപ്പൊ ഈ തോറയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് റിബട്ടലിന്റെ സമയത്ത് കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ ഇരുപക്ഷത്തിന്റെയും സംവാദത്തിന്റെ പ്രസന്റേഷൻ റൗണ്ട് അവസാനിച്ചു. ഇനിയിപ്പോൾ റിബട്ടൽ റൗണ്ട് ആണ്. ഇരുപക്ഷത്തിന് 30 മിനിറ്റ് ആണ്. തലോടി ഇതിൽ പറയുന്നുണ്ടോ? മൈക്ക് ബ്ലിങ്ക് ചെയ്തിട്ട് ഒന്നുമില്ല. റിബട്ടല് 30 മിനിറ്റ്. അത് ഫസ്റ്റ് ഇപ്പൊ നിസാർ ബോ നെറ്റ് ക്ലിയർ ആണോ? നിസാർ ബ്രോ സംസാരിച്ചോളൂ. നിസാർ ബ്രോ ഉണ്ടോ? നെറ്റ് ചെക്ക് ചെയ്തു. നെറ്റ് ക്ലിയർ അല്ലേ? ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തടസ്സമുണ്ട്. കേൾക്കാൻ ഇല്ല, ഇപ്പൊ കേൾക്കാം. ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഇപ്പൊ ഈ ഏരിയയിൽ തടസ്സമുണ്ടോ? ഞാനിങ്ങനെ ഏരിയ എങ്ങനെ നോക്കാണ്, ഏരിയ നോക്കാണ്. ഇല്ല, ഇപ്പൊ റെഡി. തടസ്സം ഉണ്ടെങ്കിൽ ഞാൻ മൈക്ക് ബ്ലിങ്ക് സ്ക്രീനിൽ നോക്കണേ. തടസ്സം വരുമ്പോ ഞാൻ ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ മൈക്ക് മ്യൂട്ടാണ്. സാർക്ക് മൈക്ക് മ്യൂട്ട് ആട്ടോ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട് ഈ ഏരിയയിൽ? ഞാൻ ഫഹീമ സംസാരിക്കുന്നൊക്കെ വളരെ കൃത്യമായിട്ട് കേട്ടു. ആദ്യം ആ ഭാഗത്ത് നിന്നാ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ക്ലിയർ. ഓക്കെ, പെർഫെക്റ്റ്. അത് ഇടയിൽ പോകുന്നു. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഏരിയയിൽ ഒരു ഇതിന്റെ ജിയോന്റെ പ്രോബ്ലം ആണ്. സ്റ്റാർട്ട് ചെയ്യട്ടെ?
ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നില്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ഓക്കെ. അൽഹംദുലില്ലാ. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നൽകിയ അവസരം എനിക്കറിയില്ല. അദ്ദേഹം കുറെ ഫാലസികൾ, അതായത് ലോജിക്കൽ ഫാലസി മുതലുള്ള കുറെ, എന്നിട്ട് അദ്ദേഹം കുറെ ലോജിക്കൽ ഫാലസി അദ്ദേഹം ഇങ്ങോട്ടേക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ലോജിക്കൽ ഫാലസി നമ്മളിലേക്ക് ആരോപിക്കുകയും ചെയ്ത് അദ്ദേഹം ലോജിക്കൽ ഫാലസി ഇങ്ങോട്ടേക്ക് വെക്കുകയും ചെയ്യേണ്ടത് അത് ഞാൻ അതിനിടയിൽ ഞാൻ പറഞ്ഞു പോകുന്നതിനിടയിൽ പറഞ്ഞു പോവാം. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചെറി പിക്കിംഗ് ആണ് നമ്മൾ ചെയ്തത്. നമ്മൾ ചെറി പിക്കിംഗ് ചെയ്തതില്ല. നമ്മളെന്താന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആള് തന്നെ പറയുന്നത് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് നമുക്കൊരു ചർച്ച സാധ്യമല്ല. അത് സാധ്യമല്ല. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ലോജിക്കൽ ഫാലസി ഞാൻ പിന്നീട് പറയാം. അപ്പൊ അതിനകത്ത് നമ്മൾ സെലക്റ്റീവായിട്ട് എടുത്തു എന്നാണ്. അത് സെലക്റ്റീവായിട്ടാണ് എടുത്തത്. അതായത് നമ്മൾ 5 ആയത്തുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയുടെ പുറത്താണ് എടുത്തത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ എല്ലാ ആയത്തും നമ്മൾക്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ 5 ആയത്തെടുത്തോ ആ 5 ആയത്തിൽ എന്താണ് വിഷയങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഫാലസി ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മളൊരു 5 ആയത്ത് പറഞ്ഞു, ആ 5 ആയത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞു. അതിനകത്ത് എന്ത് വിഷയമാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ്. നമ്മളിവിടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരാൾക്കാർ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ട്, അവരെ സാധനം എടുത്തിട്ട് നമ്മൾ വന്നിട്ട് പറഞ്ഞതല്ല. ഇനി ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോട്ട് ചെയ്ത കാര്യത്തിൽ എന്താ തെറ്റുണ്ടെന്ന് പറയണം. അതാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഫാലസി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ട്രൂ സ്പോർട്സ്മാൻ ഫാലസി ഫാലസി ഉണ്ടെന്നാണ് യഥാർത്ഥത്തിൽ ഉള്ളത് വേറെ. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള 5 പോയിന്റുകൾ പറഞ്ഞു. ആ 5 പോയിന്റുകൾ യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്, അത് നിലനിൽക്കുന്നത് തന്നെയാണ്. പിന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണെന്ന് പറഞ്ഞാൽ ബിക്കിനി ഒരു ഉദാഹരണം പറഞ്ഞു. ബിക്കിനിയുടെ, അതായത് നല്ല വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രത്തിൽ കുറച്ച് ഇളവുകൾ ആയിക്കൂടെ എന്ന് വെച്ചാൽ ബിക്കിനി ആയിക്കൂടെ എന്ന്. ബിക്കിനി ഒരു വസ്ത്രമല്ലേ? അത് സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. അതായത് ഈ എക്സ്ട്രീം എൻഡിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ആ എക്സ്ട്രീം എൻഡിലേക്കും പോയിക്കൂടല്ലോ. അപ്പോ അത്തരം ഉദാഹരണങ്ങൾ യഥാർത്ഥത്തിൽ പറയാം. പിന്നെ സെക്സ് എഡ്യൂക്കേഷന്റെ വിഷയം ഞാൻ ഈ ആദ്യം ഇതൊന്നും നമ്മുടെ ഡിബേറ്റിൽ ഇല്ലാത്ത കുറെ വിഷയങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്നും ഡിബേറ്റിൽ ഒരു വിഷയമേ അല്ല. പക്ഷെ ഇതിന് മറുപടി പറയാതെ പോകുന്നത് ഇസ്ലാം പക്ഷത്തു നിന്ന് യഥാർത്ഥത്തിൽ നമ്മൾ മറുപടി പറയാതെ പോകുന്ന ആൾക്കാരാണെന്നുള്ളൊരു ധാരണ വേണ്ടെന്നിരിക്കുകയാണ്. സെക്സ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പെൺകുട്ടികൾ ഗർഭിണികളാവുന്ന പറയുന്നത്. 9 മാസം കൊണ്ട് ഗർഭിണികളാവുന്ന നമ്മൾക്ക് ആരോപണം ഉണ്ടെന്ന്. അത് നമ്മൾക്ക് മാത്രമുള്ള ആരോപണമല്ല. അതായത് യുനിസെഫ് ഇറക്കിയിരിക്കുന്ന സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ABC എന്ന് പറയുന്ന 3 ലെറ്റേഴ്സിന്റെ ബേസിസിലാണ്. അതിൽ A എന്ന് പറഞ്ഞാൽ ആബ്സ്റ്റിനേഷൻ, B എന്ന് പറഞ്ഞാൽ ബി ഫെയ്ത്ത്ഫുൾ, C എന്ന് പറഞ്ഞാൽ കോണ്ടം. ഇത് യുനിസെഫിന്റെ സെക്സ് എഡ്യൂക്കേഷന്റെ ബേസിക് പോളിസിയാണ്. അതിൽ ആബ്സ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇതിനകത്ത് നിന്ന് വിട്ടു നിൽക്കുക. അതായത് അഡോളസെൻസിലുള്ള കുട്ടികളോട് പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് നിന്ന് വിട്ടു നിൽക്കുക. അപ്പൊ രണ്ടാമത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ബി ഫെയ്ത്ത്ഫുൾ. നിങ്ങളുടെ പങ്കാളി ആരാണോ ആ പങ്കാളിയോട് ഫെയ്ത്ത്ഫുൾ ആവുക. മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഫെയ്ത്ത്ഫുൾ ആവാൻ കഴിയുന്നെങ്കിൽ C കോണ്ടം എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കുക. ഈ സാധനം ഈ പറഞ്ഞിരിക്കുന്ന യുനിസെഫിന്റെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 30 കൊല്ലം കൊണ്ട് ഇന്ന് കാണുന്ന പട്ടായ ആ രീതിയിലുള്ള പട്ടായ ആക്കിയിട്ട് മാറ്റിയത്. അപ്പൊ നിങ്ങൾ സെക്സ് എഡ്യൂക്കേഷന്റെ വിഷയമൊന്നും നമ്മുടെ അടുത്ത് പറയേണ്ട. ആ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ധാരണയുണ്ട്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ സ്ട്രോമാൻ ഫാലസി പറഞ്ഞു. ഏത് വിഷയത്തിലാണ് സ്ട്രോമാൻ ഫാലസി പറഞ്ഞു എന്നുള്ളതാണ് പറയേണ്ടത്. സ്ട്രോമാൻ ഫാലസി ഉണ്ട്, സ്ട്രോമാൻ ഫാലസി ഉണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം സ്ട്രോമാൻ ഫാലസി പറയുന്നത് മൊത്തം നിങ്ങളാണ്. ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷന്റെ വിഷയത്തിൽ പറഞ്ഞാലും ബിക്കിനിയുടെ വിഷയത്തിൽ പറഞ്ഞാലും നിങ്ങളാണ് ഇത്തരം സ്ട്രോമാൻ ഫാലസീസ് കൊണ്ടുവരുന്നത്. പിന്നെ ഞാൻ പറയുന്നത് കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അടുത്ത ഫാലസിയാണ്. ഞാൻ പറയുന്നത് കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത് കൊണ്ട് ഇത് ശരിയെന്നുള്ള വാദം ഞങ്ങൾക്കുണ്ടെന്ന്. ഞാൻ ഇവിടെ അവതരിപ്പിച്ച 5 ആയത്തുകളിൽ എവിടെയും ഇത് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ലോകത്തിലെ 840 കോടി ജനങ്ങളിലെ 700 കോടി ആൾക്കാർ ഇതാണ്. ക്ലബ് ഹൗസിൽ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും ചുരുക്കം ചില ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയാകുന്നതും ഒരു തെറ്റാകുന്നതും ഭൂരിപക്ഷത്തിന്റെയോ ന്യൂനപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. ഇസ്ലാം ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുക തന്നെ ഇനി ഉള്ള കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാം യേശുക്രിസ്തുവിന്റെ 2ാം വരവിൽ അദ്ദേഹം ഇവിടെ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ മാത്രമേ ഇസ്ലാമിന് ഒരു ഭൂരിപക്ഷം തന്നെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സമയത്തും അത്തരം തരത്തിൽ ഇതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു ജനസമൂഹം യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല എന്ന് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാം. പിന്നെ നിങ്ങൾ എന്താണ് ഞങ്ങൾ ഭൂരിപക്ഷം പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ കൂടെ ഞങ്ങൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഭൂരിപക്ഷം പറയുന്നത് കൊണ്ട് ഒരു തിന്മ നന്മയാവുകയോ ന്യൂനപക്ഷം പറയുന്നതുകൊണ്ട് ഒരു നന്മ തിന്മയാവുകയോ ചെയ്യില്ല എന്നുള്ളത് എന്റെ സഹസംവാദകനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നെയുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അഡ്ഹോമിനാണെന്ന് വിമർശകനെ മോശമാക്കുന്നു. ഇവിടുത്തെ ഡിബേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചു. അദ്ദേഹത്തെ സഹസംവാദകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് മാന്യമായിട്ട് നമ്മൾ ഇടപെട്ടു. നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞു. ഇവിടെ എവിടെയാണ് നമ്മൾ മോശമാക്കാൻ ശ്രമിച്ചത്? അപ്പൊ ഇത്തരം വാദങ്ങൾ യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാൽ
മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഇവിടുത്തെ ഡിബേറ്റിലേക്ക് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ അത് അനുയോജ്യമായ ഒരു വിഷയമല്ല. പിന്നെ സിന്ധാനി പ്രൊജക്ട് ഉണ്ട് എന്നാണ്, സയന്റിസ്റ്റുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സിന്ധാനി പ്രൊജക്ട് ഉണ്ടെന്നാണ്. തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകളുടെ നിലവാരം എന്താണെന്നുള്ളത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. തെറ്റിദ്ധരിക്കുന്നവരാണോ സയന്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ? സയന്റിസ്റ്റുകൾക്ക് ഒരു സയന്റിസ്റ്റോ 4-5 സയന്റിസ്റ്റുകളാണോ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇവിടെ സ്ട്രോമാൻ ഫാലസി യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് നിങ്ങളാണ്. സിന്ധാനി പ്രൊജക്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ എന്താ അവരുടെ പുസ്തകങ്ങൾ, സയന്റിസ്റ്റുകളുടെ പുസ്തകങ്ങളൊക്കെ തിരുത്തിയെന്ന്. ആര്? ഞാനോ? തിരുത്തിയിട്ടാണോ ഞാനിവിടെ ഡിബേറ്റിന് വന്നത്? ഞാൻ ഏത് സയന്റിസ്റ്റിന്റെ പുസ്തകമാണ് ഞാനിവിടെ തിരുത്തിയിട്ട് പറഞ്ഞത്? നമ്മൾ ഇവിടുത്തെ ഡിബേറ്റിൽ എവിടെയാണ് ഞാൻ ഒരു സയന്റിസ്റ്റിന്റെ പുസ്തകം തിരിച്ചു. അപ്പൊ ഞാൻ 5 ആയത്ത് പറഞ്ഞതിന്റെ കൂടെ ഹാർട്ട് സ്റ്റിഫനിങ്ങിന്റെ വിഷയം ഞാൻ പറഞ്ഞു, അതുകൂടാതെ പെയിൻ റിസെപ്റ്റേഴ്സിന്റെ വിഷയം പറഞ്ഞു. ഇത്തരം വിഷയങ്ങൾ നമ്മൾ പറയുന്നിടത്ത് എവിടെയാണ്, ഏത് സയന്റിസ്റ്റിന്റെ വിഷയമാണ് നമ്മളിവിടെ തിരുത്തിയിട്ടുള്ളത്? അപ്പൊ സിന്ധാനി പ്രൊജക്റ്റും അതേപോലെ വിഷയങ്ങൾ തിരുത്തി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ബാധിക്കുന്ന വിഷയമല്ല. ഇതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ലോജിക്കൽ ഫാലസി ഉപയോഗിക്കുന്നത് നമ്മുടെ സംവാദകനാണെന്നാണ് പറയാനുള്ളത്. പിന്നെ സയന്റിസ്റ്റുകളെ കുറെ സയന്റിസ്റ്റുകൾ ഈ വിഷയങ്ങളൊക്കെ കബളിപ്പിക്കലാണ്, ഇസ്ലാം കബളിപ്പിക്കലാണെന്ന് പറഞ്ഞു. ഇസ്ലാം അവരോട് എന്താണ് സയന്റിസ്റ്റുകളെ അവർ പറഞ്ഞു ഈ പറഞ്ഞിരിക്കുന്ന ഇസ്ലാമിലെ വിഷയങ്ങൾ, അതായത് ഇസ്ലാം പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന സയന്റിഫിക് വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കബളിപ്പിക്കലാണ്. അപ്പൊ അത് എന്ത് ചെയ്യേണ്ടത്? അങ്ങനെ കബളിപ്പിക്കലാണെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് ആ വിഷയം എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഡിബേറ്റിൽ വരാൻ പറ്റുന്നത്? കബളിപ്പിക്കുന്ന വിഷയം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ട് വെച്ചിട്ട്, അതായത് ഇത് ഈ പറഞ്ഞിട്ടുള്ള ഹാർട്ട് സ്റ്റിഫനിങ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെയല്ല, സയൻസിൽ ഇങ്ങനെയാണ്, പെയിൻ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് തൊലിയിലില്ല, ഇത് ഇങ്ങനെയാണ് എന്നുള്ള വിഷയം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറയാലോ. കബളിപ്പിച്ചാണെങ്കിൽ. അപ്പൊ വീണ്ടും ലോജിക്കൽ ഫാലസി യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഫാലസി 5 ഇവിടെ ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പിന്നെ കീത്ത് മോറിന്റെ വീഡിയോ ഉണ്ട്, ഇത് മോറിസ് ബുക്കായിന്റെ വീഡിയോ ഉണ്ട്. അല്ല, കീത്ത് മോറിനെ സംബന്ധിച്ചിടത്തോളം കീത്ത് മോറിന്റെ വീഡിയോ തന്നെയുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന വിഷയത്തിൽ വീഡിയോ തന്നെയുണ്ട്. അദ്ദേഹത്തിന് മുസ്ലിങ്ങൾ അടിച്ചിറക്കേണ്ട എനിക്ക് അറിയുന്ന ഒരു വിഷയമുണ്ട്, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. മോറിസ് ബുക്കായിന്റെ കാര്യത്തിലേക്ക് ഞാൻ ഇടപെടുന്നില്ല, എനിക്കത് അറിയില്ല, അറിയാത്ത കാര്യം പറഞ്ഞു. അത് എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. പിന്നെ 19ന്റെ കളിയുണ്ട് ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഹാറൂൺ അത്തരം ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 19ന്റെ കളിയുണ്ട്. ആ 19ന്റെ കളിയിൽ ബഷീർ എന്ന് പറയുന്ന യുക്തിവാദി വിളിച്ചിട്ട് കമാൽ പാഷയോട് ഇങ്ങനെ സംസാരിച്ചു എന്നാണ്. 19ന്റെ കളിയുണ്ട്. ഞാൻ ഇവിടെ അവതരിപ്പിച്ച 5 ആയത്തുകളിൽ എവിടെയും ഒരു 19ന്റെ കളി പറഞ്ഞില്ല. ഞാൻ ഇവിടെ അവതരിപ്പിച്ച 5 ആയത്തുകളിൽ എവിടെയും ഒരു 19ന്റെ കളി പറഞ്ഞില്ല. 19ന്റെ കളികൾ എന്ന് പറയുന്ന ഒരു വിഷയം ഞങ്ങൾ ആരും ക്ലബ് ഹൗസിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ വീണ്ടും ഈ ലോജിക്കൽ ഫാലസി എന്ന് പറയുന്ന സാധനം ഞങ്ങളിലേക്ക് പറയുകയും അത് യഥാർത്ഥത്തിൽ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഖുർആനിലെ 7 ആകാശം എന്ന് പറയുന്ന വിഷയം അവിടെയും പറഞ്ഞു. പിന്നെ കൂടാതെ ഞാൻ സംസാരിച്ച വിഷയത്തിന്റെ റിബട്ടലും പറഞ്ഞു. ഖുർആനിന്റെ 7 ആകാശം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അതായത് മഴ പെയ്യുന്ന, അതായത് നമ്മുടെ തൊട്ടുമേലെയുള്ള ഉപരിലോകം എന്നുള്ള അർത്ഥത്തില് വിശുദ്ധ ഖുർആനിലെ 2ന്റെ 21, 6ന്റെ 98, വിശുദ്ധ ഖുർആനിന്റെ 8ന്റെ 11, 13ന്റെ 7, 14ന്റെ 23, 15ന്റെ 22, 16ന്റെ 10, 16ന്റെ 65, 20ന്റെ 53, 22ന്റെ 63, 23ന്റെ 18, 25ന്റെ 48, 27ന്റെ 60, 29ന്റെ 63, 30ന്റെ 24, 31ന്റെ 10, 35ന്റെ 27, 31ന്റെ 21, 43ന്റെ 11, 50ന്റെ 9. ഇത്രയും സ്ഥലത്ത് ഈ പറയുന്ന നമ്മുടെ തൊട്ടുമേലെയുള്ള ആകാശം എന്നുള്ള അർത്ഥത്തിൽ, നമ്മുടെ തൊട്ടുമേലെയുള്ള ഉപരിലോകം എന്നുള്ള അർത്ഥത്തിൽ ആണ് ആകാശത്തെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ മൊത്തം എന്നുള്ള അർത്ഥത്തിൽ, മൊത്തം പ്രപഞ്ചം എന്നുള്ള അർത്ഥത്തിൽ, എല്ലാം ഉൾക്കൊള്ളുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ ഉദാഹരണം വരുന്നത് 41ന്റെ 12 വിശുദ്ധ ഖുർആനാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന റെഫറൻസുകളൊക്കെ ഫഹിമ നേരം കിട്ടുമ്പോൾ എടുത്തിട്ട് തുറന്നു നോക്കാം. പിന്നെ ഈ ആകാശം എന്ന് പറയുന്നത് ഇത് ആകാശമാണോ അത് ആകാശമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് എന്താന്ന് പറഞ്ഞാൽ അത് ലോജിക്കലായിട്ട് തന്നെ മനുഷ്യൻ മാനുഷികമായിട്ട് ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്. ആ പദങ്ങളിലൂടെയാണ് മനുഷ്യന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഉദാഹരണത്തിന് എന്താ, എനിക്ക് 1 ഏക്കർ ഭൂമിയുണ്ട്. എന്റെ തൊട്ടടുത്ത പറമ്പിൽ വോയിസ് പോയ വോയിസ് പോകുന്നില്ല. സമയം കഴിഞ്ഞിട്ടുണ്ട്. 18 സെക്കൻഡ് കൂടിയേ ഉള്ളൂ. അപ്പോ അതായത് എനിക്ക് 1 ഏക്കർ ഭൂമിയുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് അജന് 1 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ഭൂമിയെയും ഭൂമി എന്ന് പറയും, ഒരു കഷണം ഭൂമിനെയും ഭൂമി എന്ന് പറയും. അതിന്റെ അർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാൽ നിസാർ ബ്രോ പറഞ്ഞു, അജൻ പറഞ്ഞു അജന് 1.5 ഏക്കർ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞാൽ 1.5 ഏക്കർ ഇതേപോലത്തെ എർത്ത് ഉണ്ട് എന്നാണോ? മൊത്തത്തിലുള്ള എർത്ത് ഗ്ലോബ് എന്ന് പറയുന്ന സാധനം 1.5 ഏക്കർ ആയിട്ടുണ്ടെന്നാണ്. അങ്ങനെയല്ല മനസ്സിലാക്കുക. അപ്പൊ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഉപരിലോകത്തിന്റെ മൊത്തത്തിലും ആകാശം എന്ന് പറയും. അതുകൂടാതെ എന്ന് പറഞ്ഞാൽ തൊട്ട് മേലെയുള്ള ആകാശത്തിനെയും ആകാശം എന്ന് പറയും. ഒരാള് ഇത് ആകാശത്തിലൂടെ ഒരു വിമാനം
ടൈം ഓവറായി. ടൈം ഓവറായി. അപ്പൊ ഞാൻ ഇതിന്റെ റിബട്ടൽ സെക്ഷനിലേക്ക് ഞാൻ വരാം. ഓക്കെ, ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നിന്നുകൊണ്ട് ഫാലസി എന്ന് പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ വിഷയങ്ങളാണ് ഞാൻ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. മറ്റേ ഭാഗങ്ങൾ തീർച്ചയായിട്ടും എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോ 14 പോയിന്റുകൾ ഞാൻ പറഞ്ഞു. ഇതിന്റെ ടോട്ടൽ എന്താണെന്ന് പറഞ്ഞാൽ 26 പോയിന്റുകളാണുള്ളത്. 12 പോയിന്റുകൾ ഞാൻ അടുത്ത റിബട്ടലിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ക്ലിയർ. ഓക്കെ, താങ്ക് യു. 20 സെക്കൻഡ് ആദ്യം എടുത്തു. ഓക്കെ, സാറില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത 10 മിനിറ്റ് ഫൈമിനാണ്. ഫൈമിനെ സ്വാഗതം ചെയ്യും. ഞാൻ നേരെ പുള്ളിയുടെ മറ്റേ വിഷയാവതരണത്തിലെ റിബട്ടലിലേക്ക് കടക്കുകയാണ്. അതില് ഞാൻ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നു, ആകാശം എന്താണെന്ന് വ്യക്തമാക്കി തരണം എന്ന് പറഞ്ഞിരുന്നു. അത് പുള്ളി വ്യക്തമാക്കിയില്ല. ഉപരിലോകം മൊത്തം ആകാശമാണെന്നുള്ള രീതിയിലാണ് എന്നാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഉപരിലോകം മൊത്തത്തിന് ആകാശം എന്ന് ആരും പറയാറില്ല. അന്ന് അറിവില്ലാത്ത കാലഘട്ടത്തില്, പ്രാചീന കാലഘട്ടത്തില് ഈ മേലെ കാണുന്നതെല്ലാം, അതായത് സൂര്യനും ചന്ദ്രനും എല്ലാം ഒരേ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്നു, നക്ഷത്രങ്ങളൊക്കെ ഒരേ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയുടെ പേരിലാണ് അതിനെ പിടിച്ച് ആകാശമാക്കിയത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആകാശം അവിടെ ഇല്ല. നമ്മൾ പിന്നെ പറയുന്നത് നമ്മൾ ബഹിരാകാശം എന്നാണ്. ഭൂമിക്ക് വെളിയിലുള്ളത് നമ്മൾ ബഹിരാകാശം എന്നാണ് പറയുന്നത്. ബഹിർ എന്ന് പറഞ്ഞാൽ വെളിയിൽ, പുറത്ത് എന്നൊക്കെ അർത്ഥം. അപ്പൊ ആകാശം എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ആകാശം എന്ന് പറയുന്നത് ഭൂമിക്ക് മേലെയുള്ള അന്തരീക്ഷത്തിൽ പ്രകാശ വിസരണം നടക്കുമ്പോൾ നീല നിറത്തിൽ കാണുന്നത് എന്തോ അതിലാണ് ആകാശം എന്ന് നമ്മൾ പറയുന്നത്. അത് ഒരു ഇല്യൂഷനുമാണ്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള കേസ് എന്ന് പറയുന്നത്, സമാ എന്നൊരു വാക്കുണ്ട്. ആകാശത്തിലേക്ക് കയറി പോകുന്ന എന്ന് പറയുന്ന അതിനകത്ത് ആകാശത്തിലേക്ക് കയറി പോകുന്നത് പോലെ എന്ത് സംഭവിക്കും? ആളുകളുടെ ഇത് ഇറങ്ങിപ്പോകും. അത് സമാ എന്നുള്ള വാക്കാണ്. സമാ എന്നുള്ള വാക്ക് ഏതർത്ഥത്തിലും ഖുറാനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ഉയരം എന്നുള്ള അർത്ഥത്തിലും ഖുറാനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ആകാശത്തിലേക്ക് കയറി പോകുന്നതല്ല. പിന്നെ ഹൃദയം ചുരുങ്ങി പോകുന്ന, മറ്റേ ഹാർട്ടിന് സ്റ്റിഫ്നെസ് വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഹൃദയം തുറന്നു കൊടുത്തിട്ട് എന്താണ് കാര്യം എന്നുള്ള എന്റെ കൃത്യമായ വിമർശനത്തിന് മറുപടി ഒന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല. അതായത് ഇസ്ലാമിലേക്ക് അടുപ്പിക്കാനായിട്ട് അള്ളാഹു ഒരു വ്യക്തിയുടെ ഹൃദയം തുറന്നു കൊടുത്തു, അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് കാര്യം? ഹൃദയം എത്ര തുറന്നാൽ അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പറ്റും? കാരണം ഹൃദയത്തിൽ ചിന്തയോ ബുദ്ധിയോ വികാരങ്ങളോ വിചാരങ്ങളോ ഇല്ല. അതെല്ലാം അടങ്ങിയിരിക്കുന്നത് തലച്ചോറിലാണ്. എന്നാൽ ഈ കിതാബ് ഇറക്കിയ ആൾക്ക് തലച്ചോറിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. ബേസിക് ആയിട്ടുള്ള നോളജ് പോലും തലച്ചോറിനെ കുറിച്ച് അന്ത കാലഘട്ടത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവത്തിന് സർവജ്ഞാനമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് എന്തുണ്ടായിരിക്കണം? അത് ഉണ്ടായിരിക്കണം. അപ്പൊ സമാവ് എന്ന് പറയുന്ന വാക്ക്, പിന്നെ ഉയരത്തിലേക്ക് കയറി പോകുന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞു. ഉയരത്തിലേക്ക് കയറി പോകുമ്പോൾ കിതപ്പുണ്ടാവും, സ്വാഭാവികമാണ്. അന്നത്തെ ആളുകൾ കച്ചവടത്തിനായിട്ടും മറ്റു യാത്രകൾക്കായിട്ടും എല്ലാം മലകൾ കയറി ഇറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉയരത്തിലേക്ക് കയറി പോകുമ്പോൾ കിതപ്പുണ്ടാകും എന്നുള്ള ശാസ്ത്ര സത്യം അള്ളാഹു അവതരിപ്പിക്കേണ്ടി വന്നു മനുഷ്യർക്ക് മനസ്സിലാവാൻ എന്നുള്ളതാണ് ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. 14:24 സമാനമായ ഒരു വചനമുണ്ട്. ഒരു മരത്തെ, നല്ല വചനത്തെ ഒരു മരത്തിനോട് ഉപമിക്കുകയാണ്. അതില് മരത്തിന്റെ ശാഖ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആ മരത്തിന്റെ ശാഖ വളരെ ഉയരത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ആകാശത്ത് പോയിട്ട് കുത്തുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോ സമാ എന്ന് പറയുന്ന വാക്ക് ഉയരം എന്നുള്ള അർത്ഥത്തിൽ ഖുറാനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഉയരത്തിലേക്ക് കയറി പോകുമ്പോൾ കിതപ്പുണ്ടാവും. അത് ഈന്തപ്പനയിൽ കയറുമ്പോഴും അതുപോലെ തന്നെ ഈ മലകളിലേക്ക് കയറുമ്പോഴെല്ലാം കിതപ്പുണ്ടാകും, നെഞ്ഞിനൊരു ഇടുക്കം സംഭവിക്കും. അതെല്ലാം സ്വാഭാവികമാണ്. മനുഷ്യനുള്ള കാലം മുതൽ, മനുഷ്യൻ നടത്തം ഒരു ശീലമാക്കിയ കാലം മുതൽ മനുഷ്യൻക്ക് അത് അറിയാം.